Hello everyone. Good evening. Good evening, Huda, Aishwarya, and Gayatri. Good evening, sir. Hello. Hi, Huda. Yes, sir. Hi, Gayatri. Hi, Aishwarya. Good evening, Gayatri. Yes. Huda, hello. Sir. ഹുദ PhD ചെയ്തുകൊണ്ടിരിക്കല്ലേ? Ah, ഹുദന്റെ ടോപ്പിക് എന്താ? ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. adaptation to old age. ഏതാണ്? Adaptation to old age. Adaptation to old age. Okay. So അതിന്റെ ഒരു ഇത് പറയോ, മെത്തഡോളജി, ലൈക്ക് വാട്ട് ഈസ് യുവർ റിസർച്ച് മെത്തഡോളജി? ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. സെമി സ്ട്രക്ചർഡ് ഇന്റർവ്യൂ, തീമാറ്റിക് അനാലിസിസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഓൾഡ് ഏജിലുള്ള അഡാപ്റ്റേഷൻ അതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ, ലൈക് അതർ വാരിയബിൾസ്? അതൊരു പ്രൊആക്റ്റീവ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, ഈ സക്സസ്ഫുൾ ഏജിങ് എന്നുള്ള കൺസെപ്റ്റ് നിന്ന് ഡെവലപ്പ് ആയിട്ട് വന്നതാണ് ഈ പ്രൊആക്റ്റീവ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് ഓൾഡ് ഏജ് ആകുമ്പോൾ കുറെ നോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കുറെ ചലഞ്ചസ് ഉണ്ടാവും. അപ്പം അതിനെ ഇത് ചെയ്യാൻ വേണ്ടി അവർക്ക് സ്വന്തമായിട്ട് കുറെ റിസോഴ്സസ് ഉണ്ടാവും. അത് കുറച്ച് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ആ ചലഞ്ചസും റിസോഴ്സസും സ്ട്രാറ്റജീസും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. വേറെ ആരെ PhD ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാകെ തന്നെയുള്ളൂ അല്ലേ? എല്ലാരെ ഒന്ന് വർക്ക് അപ്ഡേറ്റ്സ് ഒന്ന് പറയോ, എവിടെ എത്തി? ഹാവ് യു സ്റ്റാർട്ടഡ് യുവർ റിസർച്ച്? എല്ലാവരും പുതിയ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ എവിടെ എത്തി? 5 പേരെ ഇന്റർവ്യൂ ചെയ്തു. 4 കോളേജ് ടീച്ചേഴ്സും ഒരു ഹയർ സെക്കൻഡറി ടീച്ചറിനെ ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ അവര് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കുട്ടികളെ കൊണ്ട്, അവര് കുട്ടികളെ പേര് ഓർത്തു വെച്ചിരിക്കും, പേര് വിളിക്കും, മാർക്ക് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആയിരിക്കും. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആയിരിക്കും. രജിസ്റ്റേഴ്സിൽ സ്റ്റുഡൻസ് ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേപ്പറിൽ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് എടുക്കും. എന്നിട്ട് അവരത് കൊണ്ടുപോയിട്ട് കൊളീഗ്സിനെ കൊണ്ട് മാർക്ക് ചെയ്യിക്കും. അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ പേര്. പിന്നെ ഇപ്പം എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്, ആപ്പുകൾ പോലെയുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഇതിനകത്ത് 2-3 പേര് അങ്ങനെ ആപ്പ് ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ആക്സസിബിൾ അല്ല. അതായത് ഇപ്പം ആബ്സെന്റ് മാർക്ക് ചെയ്യുമ്പം അത് കളർ ചേഞ്ച് ആവേ ചെയ്യുന്നത്, പറയുകയല്ല ചെയ്യുന്നത്. ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിരിക്കും, അതിനകത്ത് ചെക്ക് ചെയ്യും, ടിക്ക് ബോക്സ് കാണും, അതിനകത്ത് ടിക്ക് ചെയ്ത് പോവേ ചെയ്യുന്നത്. അപ്പം ഈ ആബ്സെന്റ് ഇടുമ്പം അതിനകത്ത് അത് വോയിസ് ഫീഡ്ബാക്ക് അല്ല കൊടുക്കുന്നത്, കളർ ചേഞ്ച് ചെയ്യും, റെഡ് കളർ ആവും. അപ്പോഴേ ഇവർക്ക് അറിയാൻ പറ്റത്തില്ല ഇവര് എറർ വന്നത്, മാറി കൈ തട്ടി വേറെ ആർക്കെങ്കിലും ആബ്സെന്റ് ഇട്ടോ ഇല്ലേന്ന് ചെയ്തോണ്ടിരിക്കുക അറിയാൻ പറ്റത്തില്ല. പിന്നെ സമ്മറി എടുത്ത് നോക്കുമ്പോഴും പിന്നെ സ്റ്റുഡൻസിന് ഇത് കാണാൻ പറ്റും, അവരുടെ അറ്റൻഡൻസ് കാണാൻ പറ്റും, അതിനകത്ത് എറർ വന്ന് അവര് വന്ന് പറയും. അങ്ങനെ അല്ലാണ്ട് ഇവർക്ക് അറിയാൻ പറ്റില്ല. അവര് സമ്മറി ഇടും, പിന്നെ ഇവര് ചെയ്ത് ഇവര് ഒരു ഓർത്ത് വെച്ചിരിക്കുമല്ലോ ഇത്ര കുട്ടികൾ ആബ്സെന്റ് ആയിരുന്നു, അതും ഈ ചെയ്തിന്റെ സമ്മറിയും കൂടെ വെച്ച് അവര് പിന്നെ വെരിഫൈ ചെയ്യുമ്പോൾ എറർ വന്നെങ്കിൽ പിന്നെയും തിരിച്ചു പോയിട്ട് വേറൊരാളുടെ ഹെൽപ്പ് മേടിച്ച് അത് തിരുത്തും. അങ്ങനെ വരും. അപ്പൊ അതിന് ഉള്ള സിസ്റ്റത്തിന് ആക്സസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. ഇനി ബയോമെട്രിക്കിന്റെ ചോദിച്ചപ്പം ഒരു സാറ് പഠിച്ചിരുന്ന കോളേജിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എല്ലാ സ്റ്റുഡൻസിനും. അതിന്റെ ടീച്ചർ വേർഷൻ എന്തോന്ന് അറിഞ്ഞൂടാ. സ്റ്റുഡന്റ് ആയിരുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് ആണ്. പഞ്ചിനും പഞ്ചൗട്ടും ഉണ്ടായിരുന്നു. അതിൽ നിനക്കൊരു അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആയിരുന്നു എന്ന് പറഞ്ഞു.
ഇത് ശരിക്കും കേരളത്തിലെ തന്നെ എല്ലാ എയ്ഡഡ് കോളേജസിലും അറ്റൻഡൻസ് മാൻഡേറ്ററി അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു അറ്റൻഡൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യാട്ടോ. ശരിക്കും വലിയ ചെലവൊന്നും വരില്ല. ഇപ്പൊ ഈവൻ ഈ ഒരു ആപ്ലിക്കേഷനും ഈ ഒരു ചിലപ്പോൾ ഒരു ബയോമെട്രിക് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന്റെ കോസ്റ്റോ അല്ലെങ്കിൽ ഇനിയിപ്പോ അതും കോസ്റ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൊബൈൽ ആപ്പ് പോലെയോ ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു ഫസ്റ്റ് ഫേസും ഒക്കെ എന്തായാലും ചെയ്യാം. UX പാർട്ട് ചെയ്തു വെക്കാം. പക്ഷെ ഈ ഗവൺമെന്റ് കോളേജസിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, ആപ്പുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ ബയോമെട്രിക് കളക്ട് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പ്രയർ അപ്രൂവൽ വേണ്ടി വരും എന്ന് ഗവൺമെന്റ് കോളേജിൽ ടീച്ചേഴ്സ് പറഞ്ഞു. നമുക്ക് സ്വന്തം നിലയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെയിം സെറ്റപ്പ് ഈ ആപ്പിന്റെ ഒരു വേർഷൻ ആർക്കും ഇത് ആക്സസ് ചെയ്യാം. ലെറ്റ്സ് സേ ഒരു ഓഫീസ്, ചെറിയൊരു ഓഫീസ് സ്പേസ് ആണെങ്കിൽ പോലും അവിടുത്തെ ഓഫീസിൽ എല്ലാ ആളുകളും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഒരു ക്യാമറ ഓപ്ഷൻ ഉണ്ടാവും. വിച്ച് എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ഇതിൽ ക്യാമറ ആക്റ്റീവ് ആക്കിയിട്ട് ടേക്ക് എ ഫോട്ടോ ആൻഡ് അപ്ലോഡ് ഇറ്റ്. അപ്പോൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിലാന്നുള്ള മനസ്സിലാവില്ല, ഫോട്ടോഗ്രാഫ് തന്നെ മനസ്സിലാവില്ല. അങ്ങനെ ഒരു ചെറിയ സാധനം ബിൽഡ് ചെയ്യാം. ഏത് റാദർ ദാൻ ലൈക്ക് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട ബയോമെട്രിക്കിന്റെ ടെക്നോളജി ഒന്നും വേണമെന്നില്ല. അല്ലാതെ തന്നെ ഇതിനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും ചെയ്യാം. ക്യാമറ ഇപ്പൊ എല്ലാ ഫോണിലും ക്യാമറാസ് ഉണ്ട്. സോ ഇറ്റ് വോണ്ട് ബി ബിഗ് ഡീൽ. അങ്ങനെയും ഒരു സാധനം ചിന്തിക്കാം. നമുക്ക് ഒരു ഐഡിയേഷനിൽ അതും ബ്രെയിൻ സ്റ്റോം. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് നോഷൻ എടുത്തിനോ? എല്ലാവരും ഉപയോഗിച്ചോ? എങ്ങനെയുണ്ട്? ലൈക്ക് ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? യൂസ് ചെയ്തിട്ടുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ് സാർ. നല്ല എന്താ പറയാ, നല്ല യൂസർ ഇന്റർഫേസ് ആണ്. അതിന് ഒരു ഡോക്യുമെന്റ് ഒക്കെ ചെയ്യാൻ നന്നായിട്ടുണ്ട്. എല്ലാ സാധനവും ഒരു പ്രപ്പോസൽ അയക്കുന്നതോ എല്ലാ പരിപാടിയിലും കുറച്ചുകൂടി എല്ലാത്തിനും അത് സെപ്പറേറ്റ് ഫോൾഡർ, സെപ്പറേറ്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കി അതിനകത്ത് ഓരോ ഫോൾഡർ തോന്നുന്നു ഇടുന്നതിനെ കാട്ടിയിട്ട് നല്ല നന്നായിട്ടുണ്ട്. അതെ അതെ, അത് ഞാൻ പ്രത്യേകിച്ച് PhD കൂടി ചെയ്ത സ്ഥിതിക്ക് എന്തായാലും there are lots of readings, പല പരിപാടികൾ ഉണ്ടാവും. സോ എവരിവെയർ അതൊരു ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓക്കെ നെക്സ്റ്റ് ഗായത്രി. സാർ ഇന്റർവ്യൂ വരെ ചെയ്തിട്ടുണ്ട്. 5 പേരുടെ റെസ്പോൺസ് എടുത്തിട്ടുണ്ട്. അതിലെല്ലാരും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഒരാൾ UX UI വർക്ക് ചെയ്യണ ഒരാളുടെ ഞാൻ ഡാറ്റയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആളെടുത്തുനിന്നുള്ള റെസ്പോൺസ് എന്താ വെച്ചാല്, അവർക്ക് ഓൾറെഡി യൂട്യൂബിന്റെ അൽഗോരിതം ഒക്കെ അറിയുന്നതുകൊണ്ട് ഒരു മാക്സിമം ഫോണ് കൊടുക്കാതിരിക്കുകയാണ്. പിന്നെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഫോണിലാണെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് നമുക്ക് വേറെ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം. ലൈക്ക് സ്ക്രീൻ ഓഫ് ചെയ്യാം. അങ്ങനെ ഒരു ആപ്പ്, ആ ആപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അവർ അത് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കുട്ടി മറ്റേ ഫോൺ ഇങ്ങനെ പിടിച്ചു വലിച്ച് വാങ്ങുകയാണെങ്കിൽ വേറൊരാളുടെ ഫോണിന്ന് ആ ഒരു ഫോൺ കൺട്രോൾ ചെയ്യണ പോലെ. ബാക്കി ആൾക്കാര്, പിന്നെ ഞാൻ ചെയ്തത് ഒരു ഗ്രാൻഡ് മദർ, ആൾക്ക് ഇത് നല്ലൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് ആള് കാണുന്നത്. പിന്നെ ഒരു ബ്രദർ, ആളുടെ അനിയൻ ചെറുതാണ്. അപ്പം ആൾക്ക് ഈ പറഞ്ഞ പോലെ ആൾക്ക് പാരന്റൽ കൺട്രോളിന്റെ കാര്യമൊക്കെ അറിയാം. പക്ഷെ അത് ഇട്ട് വെച്ചാല് ആൾക്ക് പിന്നെ ആള് സ്വന്തമായിട്ട് യൂസ് ചെയ്യുമ്പം ഇത് പിന്നെ പോയി മാറ്റണല്ലോ. ആൾക്ക് കുറച്ച് അഡൽട്ട് കണ്ടന്റ് ഒക്കെ യൂട്യൂബിൽ കാണണം. അപ്പം ഇതിങ്ങനെ ചേഞ്ച് ചെയ്യുന്നതും പിന്നെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ പിന്നെയും മാറ്റുന്നതും ആൾക്ക് അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആളും പറഞ്ഞു. ഇതാണ് എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നത്. പിന്നെ ബാക്കി 2 യൂഷ്വൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു ഇതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചോദിച്ച എല്ലാ ആളുകളും ആക്ച്വലി ദിസ് ഇസ് എ ബിഗ് പ്രോബ്ലം എന്നുള്ളത് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പം അത് നമ്മളിപ്പോ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യാത്ത ഇതിന്റെ UX പാർട്ട് അല്ലെ സൈക്കോളജി പാർട്ട് എന്നുള്ളത് നമ്മൾ ഇതിന്റെ കേസ് സ്റ്റഡി ബിൽഡ് ചെയ്യുമ്പോൾ, അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ആപ്പുകളിലെ പാരന്റൽ കൺട്രോൾസിന് യൂസ് ചെയ്ത ആപ്പുകളുടെ പേരും സാധനങ്ങളും ആ ഇൻഫർമേഷൻ ഒന്ന് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചോ. കാരണം അത് കേസ് സ്റ്റഡിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. രണ്ടാമത് ആ ആപ്പിൽ നിന്ന് നമ്മൾ എങ്ങനെയായിരിക്കും ഡിഫറെന്റ്, ലൈക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ലെറ്റ്സ് ആളുകൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി പാരന്റൽ കൺട്രോൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എവറി ടൈം ഒരു യൂസ് ചെയ്യുന്ന സമയത്ത് ദേ ഹാവ് ടു ഗോ ആൻഡ് ടേൺ ഇറ്റ് ഓഫ്. അപ്പൊ റാദർ ദാൻ ദാറ്റ് ഒരു സിംഗിൾ ബട്ടണോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ആപ്പ്, ലെറ്റ്സ് ഒരു ആപ്പ് നോട്ടിഫിക്കേഷൻ മുകളിൽ സ്ക്രീൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ ടാബിൽ ആക്റ്റീവ് ആയി കിടക്കുമ്പോൾ എനിക്ക് കിഡ്സിന് കൊടുക്കുമ്പോൾ കിഡ്സിന്റെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്സിലേക്ക് മാറും. ദ അതർ വൺ വിൽ ബി അങ്ങനെ ഒരു ഈസി സ്വിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ചിന്തിക്കാവുന്നതാണ്.
യെസ്, ഡോക്യുമെന്റേഷൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ അനാലിസിസ് ചെയ്തിട്ടുണ്ടോ ഇതിന്റെ? അനാലിസിസ് ചെയ്തിട്ടില്ല. ഞാന് റെസ്പോൺസസ് ട്രാൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഉണ്ട്, അതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അനലൈസ് ചെയ്യേണ്ടത്, ഇപ്പം എനിക്ക് ഈ അനലൈസിങ്ങിന്റെ പാർട്ട് അത്ര അറിയില്ല, അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തൊന്ന് സെറ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഏറ്റവും ഈസി റിയൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഇരുന്ന് വായിച്ചിട്ട് അത് റീഡിങ് അണ്ടർ ദ ലൈൻസ്, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ഇമോഷൻസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ യൂസറിന്റെ നീഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഗോൾ. സോ വാട്ട് എവർ റിസർച്ച് ഇറ്റ് ഈസ്, അണ്ടർസ്റ്റാൻഡിങ് ഷുഡ് ബി അബൌട്ട് ദ നീഡ്സ് ആൻഡ് ചലഞ്ചസ്. അപ്പം ഒരു ഓപ്ഷൻ അതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ടു സേവ് ടൈം ആൻഡ് ടു മേക്ക് ഇറ്റ് ഫാസ്റ്റർ, കുറച്ചും കൂടി AI ഏതെങ്കിലും ചാറ്റ് GPT ട്രാൻസ്ക്രൈബ് ചെയ്ത വേർഷൻ ചാറ്റ് GPTയിലോ ജെമിനയിലോ കൊടുത്തു കഴിഞ്ഞാൽ they will help you to get a proper analysis. അത് ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യാൻ നോഷനിൽ കൃത്യമായിട്ട് അത് ചെയ്തതിനു ശേഷം. ഇതുവരെ ഉള്ളത് ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോഷൻ. ഓക്കെ. ഗായത്രി, നോഷൻ എങ്ങനെയുണ്ട്, ഉപയോഗിച്ച് തുടങ്ങിയോ? ഞാൻ കുറച്ച് നാള് മുമ്പ് നോഷൻ തുടങ്ങിയിരുന്നു, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആപ്പാണ്. അത് വളരെ ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാൻ അതില്. അതെ. ഈവൻ ലേണിംഗിൽ ഇതൊരു ഭയങ്കര, ഞാൻ എല്ലാവരോടും കൂടി ഇതിന്റെ അതെ, ഞാൻ നോട്ട്സ് എഴുതി വെക്കാറ് നോഷനിലാണ്. എനിക്കിങ്ങനെ ഇപ്പൊ നോക്കി പഠിക്കുമ്പോ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ളതൊക്കെ ആണെങ്കിൽ എനിക്ക് പഠിക്കാൻ ഒരു ഇത് കൂടുതലാ. അപ്പൊ നോഷൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണത്. അതെ, നോഷൻ ഗുണം അതാണ്, നമുക്ക് ഭയങ്കര അടിപൊളി നോട്ട് എഴുതുന്നത് പോലെ എഴുതി വെക്കാം. ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ആക്കി, ഈവൻ ഇമേജറീസ് ആണെങ്കിലും ഗൂഗിളിൽ നിന്നൊക്കെ ഇമേജ് കൊണ്ടുവരാനാണെങ്കിലുള്ള റീസൺസ് ഒക്കെ ശരിക്കും ഗ്രേറ്റ് ടൂൾ. ഓക്കെ ഗായത്രി. ഓക്കെ, സോ അടുത്തത് ഹായ് നീമ. ഹലോ. യെസ്. സോ എവിടെ എത്തി പ്രോസസ്? 4 പേരെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത്. അതില് 3 പേര് IT പ്രൊഫഷണൽസ് തന്നെയായിരുന്നു. ഒരാള് BEd പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഈ 4 പേരും ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നഡ്ജ് ചെയ്യാം. ഒരു AI കമ്പാനിയൻ ആയിരുന്നു എന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ലൈക്ക് സൊല്യൂഷൻ ബേസിക്കലി. സോ ഈ 4 പേരും വേർ സമ്മൺ ഏതെങ്കിലും ഒരു സ്റ്റേജസിൽ ദേ വാണ്ടഡ് ടു സ്റ്റാർട്ട് എ ഹാബിറ്റ്. അവർ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ബിക്കോസ് ഓഫ് മെനി റീസൺസ് അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവരായിരുന്നു. ഓക്കെ, മോർ എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, ബട്ട് ഓൾ 4 വെർ മോർ ഇൻ ടു മൈൻഡ്ഫുൾനെസ് രീതിയിലുള്ള ഹാബിറ്റ്സ് ആയിരുന്നു. സോ ബീറ്റ് യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്യുന്നത്. സോ അവരൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ബട്ട് ദേ കുഡന്റ് കണ്ടിന്യൂ. ആൻഡ് വൺ അതർ തിങ് ഉള്ളത്, ഇവർക്ക് 4 പേർക്കും ദേ ആർ അവെയർ അബൌട്ട് എ ഫ്യൂ ഹാബിറ്റ് ആപ്സ്. അവർക്ക് ചുറ്റുമുള്ള ഇങ്ങനത്തെ ആപ്പ് സ്റ്റോറിലുള്ള ഹാബിറ്റ് ആപ്സിനെ പറ്റി അറിയാം. സോ വെൻ ഐ പോസ്റ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ചാറ്റ് GPT ഉപയോഗിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാറുണ്ടോ വിത്ത് ആൻ AI എന്ന് ചോദിച്ചപ്പോൾ ദേ 4 were into it. ആൻഡ് ഒരു ഐഡിയ ഓഫ് ഹാവിങ് ദിസ് കോൺവെർസേഷൻ ഡേ ഇൻ ആൻഡ് ഔട്ട് ടു ഹെൽപ്പ് ദം ബിൽഡ് ദിസ് ഹാബിറ്റ് സംതിങ് ദേ ലുക്ക് ഫോർവേഡ് ടു. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് തോന്നി. പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞത്, ദേ ഹേറ്റഡ് ലൈക്ക് സ്പാമിങ് ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരുന്നു എവ്രിവൺ. സോ അത് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ റീഫ്രെയിംഡ് ദ ക്വസ്റ്റ്യൻ ടു ഹൗ അബൌട്ട് ലൈക്ക് ഹാവിങ് എ ഫ്രണ്ട് ഹു വുഡ് നഡ്ജ് യു എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ദേ വെർ ഇൻ ടു ഇറ്റ്. സോ വിത്ത് വാട്ട് ഐ സീ, സൊല്യൂഷൻസ് അവൈലബിൾ ആണ് മാർക്കറ്റ്, ആൻഡ് അവർക്ക് ആക്സസബിൾ ആണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മോഡിഫൈഡ് ഇൻ എ വേ, ഇപ്പം അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു വേയിൽ ഇതുവരെ അത് മോഡിഫൈ ആയിട്ടില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദി ഓൾഡ് ട്രഡീഷണൽ വേ എന്ന് എനിക്ക് തോന്നി. സോ ദർ ഇസ് ലൈക്ക് എ സ്കോപ്പ് ഫോർ us to get into the picture. Maybe ഒരു ഡയറക്റ്റ് സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ദി ഇന്റർവ്യൂസ് ഐ തിങ്ക് ദേ ഓൾ ആർ അവെയർ അബൌട്ട് ഇങ്ങനത്തെ ഹാബിറ്റ് ആപ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷെ മോഡിഫൈങ് ദ സൊല്യൂഷൻ എനിക്ക് സ്കോപ്പ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. Great. Nice. So ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ AI-ന്റെ ഒരു കാലഘട്ടം is actually starting. The revolution is actually starting. Yes. അപ്പം pi.ai എന്ന് പറഞ്ഞിട്ട് ഒരു റീസെന്റ് ഒരു സാധനം കണ്ടു. ഇറ്റ്സ് വെരി ഇംപ്രസീവ്. പക്ഷെ അത് they are on the development stage. പക്ഷെ that's again coming part to personalized AI or personal assistant എന്നുള്ള രീതിയിലാണ്, rather than habit app അല്ല. പക്ഷെ this is like really needed. കാരണം there are people, everybody,
എല്ലാവർക്കും ഒരു പുതിയൊരു ഹാബിറ്റ് ഫോം ചെയ്യണമെന്നുണ്ട്. ഡിജിറ്റലി ഇൻവോൾവ് ആയ നമ്മളൊക്കെ തന്നെ ആ ഹാബിറ്റ് ഫോം ചെയ്യാത്തതിന്റെ ഒരു വലിയ റീസൺ ഡിജിറ്റലി നമ്മൾ ഇതിൽ ലോക്ക് ആയതുകൊണ്ടാണ്. ഫുൾ ടൈം ഇന്റർനെറ്റിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഓവർ കൺസപ്ഷൻ ഓഫ് നോളജ് ഓർ ഇൻഫർമേഷൻ ഇസ് എ ബിഗർ പ്രോബ്ലം. ഓൺലി ഓപ്ഷൻ ഇസ് ദാറ്റ് എവിടുന്നാണോ നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് ആ പ്രോബ്ലം ഉള്ള സ്ഥലത്ത് നമ്മൾ ഈ ഒരു സാധനം പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. സോ വിച്ച് ഈസ് എ മൊബൈൽ. മൊബൈൽ ആപ്പ് ആക്കിയിട്ട് ഇത് ബിൽഡ് ചെയ്യുന്നത് ഇസ് ആക്ച്വലി ഹെൽപ്ഫുൾ ബിക്കോസ് അതിന്റെയാണ് ദ റൈറ്റ് സൊല്യൂഷൻ. എവിടെയാണോ പ്രശ്നം വെച്ചാൽ ആ പ്രശ്നത്തിന്റെ ഇടയിൽ യുനോ പുട്ടിംഗ് അപ്പ് ദ സൊല്യൂഷൻ മൈറ്റ് ഹെൽപ്പ് ഒരു കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ. സോ യെസ്, അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചറും സാധനങ്ങളൊക്കെ എന്തെങ്കിലും മൈൻഡിൽ കിട്ടിയോ? അതായത് എങ്ങനെയായിരിക്കണം ഈ ഒരു ആപ്പിന്റെ ബിഹേവിയർ എന്നുള്ളത്. അതായത് ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് ഇന്ന് മൈൻഡ്ഫുൾ ഒരു യോഗ ചെയ്യണം എന്നുള്ളതാണ് ഗോൾ കൊടുക്കുന്നതെങ്കിൽ എവറി ഡേ ഐ ബി ഗെറ്റിംഗ് എ നോട്ടിഫിക്കേഷൻ ഫ്രം AI ഓർ എന്താണ് അതിന്റെ ഒരു പ്രോസസ്? എന്തെങ്കിലും ഉണ്ടോ? ഐഡിയ ഉണ്ടോ? മേ ബി എനിക്ക് എൻഡ് ടു എൻഡ് ഒരു സ്ട്രക്ചർ ഇല്ല, പക്ഷെ വിത്ത് വാട്ട് ഐ വിഷ്വലൈസ്ഡ് ഡെഫിനറ്റ്ലി പല സെക്ഷൻസ് കാണും. പിന്നെ ഒരു ഓൺ ബോർഡിങ് എക്സ്പീരിയൻസ് വഴി ഐ ഗെറ്റ് ഹോൾഡ് ഓഫ് വാട്ട് ദേ ലൈക്ക്. അത് വെച്ചിട്ട് കസ്റ്റം ആയിരിക്കും ദ ഹോൾ ആപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് എല്ലാ ദിവസവും മോർണിംഗ് എണീറ്റിട്ട് ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ഒരു ജേർണലിംഗ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആപ്പ് വിൽ ബി കസ്റ്റമൈസ്ഡ് ടു ഇറ്റ്. സോ അങ്ങനെ പല സെക്ഷൻസ് കാണും. മേ ബി ലാസ്റ്റ് ഒരു വീക്കിന്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. പിന്നെ ഒരു നഡ്ജ് വഴി ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് വിത്ത് ആൻ ആപ്പും കാണും. So I have a high level view, പക്ഷേ not into it. Okay. Yes, good. This is good. Okay. And about നോഷനിലെ ഡോക്യുമെന്റേഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നത്? നോഷനിൽ ഞാൻ ക്വസ്റ്റ്യൻസ് വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഡോക്കിൽ തന്നെ ഞാൻ ചെയ്തത്. ബിക്കോസ് ഐ വാസ് എ ബിറ്റ് കൺഫ്യൂസ്ഡ് ഓൺ ആ കിട്ടിയ ഇൻഫർമേഷൻ എങ്ങനെ നോഷനിൽ കൺവേർട്ട് ചെയ്യുന്നു. വാസ് ഇറ്റ് ലൈക്ക് എങ്ങനെ ചെയ്യണം? മേ ബി കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. ഷുഡ് ബി ഡോക്യുമെന്റ് ഇറ്റ് ആസ് ജസ്റ്റ് അനദർ ഡോക്, ഒരു ടാബ്ലർ ഫോർമാറ്റിൽ ചെയ്യണോ? സോ ക്വസ്റ്റ്യന്റെ അടിയിൽ റെസ്പോൺസ് 1 എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ് 1 ഒരു പേജ് ഉണ്ടാക്കുക. ഇൻസൈഡ് ദാറ്റ് പേജ് യു പുട്ട് ഓൾ ദ അതില് റെസ്പോൺസ് 1 അപ്പൊ 4 റെസ്പോൺസസ് അല്ലേ കിട്ടിയത്. സോ സ്ലാഷ് യു ഗെറ്റ് എ പേജ്. ഇൻസൈഡ് ദാറ്റ് പേജ് ആ പേജിൽ 2 പേജസ് ഉണ്ടാക്കും. ഒന്ന് ഫുൾ ട്രാൻസ്ക്രിപ്ഷനും അതിന്റെ അടിയിൽ അനാലിസിസും. ട്രാൻസ്ക്രിപ്ഷൻ ഒരു പേജ് ആക്കിയിട്ട് വെച്ചാൽ മതി. അതിന്റെ അടിയിൽ അനാലിസിസ് എഴുതിയിട്ട് യു ക്യാൻ ഗിവ് എ ഹെഡ്ലൈൻ, എന്നിട്ട് അനാലിസിസും കൊടുക്കാം. അതായത് ഈ ട്രാൻസ്ക്രിപ്ഷന് നമുക്ക് കിട്ടിയ information which can help us to build our product or understanding their emotional side or challenges. അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4 റെസ്പോൺസസിന്റെ ചെയ്യുക. ആൻഡ് ഫൈനലി ഈ 4 റെസ്പോൺസസിന്റെ അനാലിസിസ് കൊടുത്തിട്ട് വാട്ട് ഓൾ ആർ ദി ഇൻപുട്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കാന്ന് ഏതെങ്കിലും ഒരു AI എന്ന് യൂസ് ചെയ്തിട്ട് യു കൻ ഡു ഇറ്റ്. ഓക്കെ. ഐശ്വര്യ. ഹായ് ഐശ്വര്യ. ഹായ് അഞ്ജന. അഞ്ജന ജോർജ്. ഹായ് അഞ്ജനല്ല. ഓക്കെ. നഷ്വ, യുവർ മൈക്ക് ഈസ് നോട്ട് വർക്കിംഗ്. ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ എവിടെയാണ് വർക്ക് എന്നുള്ളത്? യു കൻ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ചാറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. നഷ്വ. യെസ് സർ. ഹായ് നഷ്വ. എവിടെത്തി? ലൈക്ക് വെർ ഈസ് ആർ പ്രോസസ്? ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. റെസ്പോൺസസും 3 ആൾക്കാരോട് ചോദിച്ചിട്ട് നോഷനിൽ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അതിൽ എന്താണ് മനസ്സിലായത്? വാട്ട് ഈസ് യുവർ ഇൻസൈറ്റ്സ് ഫ്രം ഇൻഫർമേഷൻ അല്ലെങ്കിൽ റെസ്പോൺസസ്? അതിൽ നിന്നും ആൾക്കാരൊക്കെ മോസ്റ്റ്ലി ഈ വേസ്റ്റ് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒന്നെങ്കിൽ അവര് ആർക്കെങ്കിലും കൊടുക്കുക, ലൈക്ക് ഓൾഡ് ആയ ഡിവൈസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവര് ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ വെക്കുക ചെയ്യാം. കാരണം അതിനായിട്ടുള്ള പ്രോപ്പർ ഇതില്ലാത്തതുകൊണ്ട്, ഇവിടെ അധികം സംവിധാനം ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഈ ആപ്പിലൂടെ ആണെങ്കിൽ അവർ കൂടുതൽ റീസൈക്കിൾ ചെയ്യാൻ കുറച്ചും കൂടി എൻകറേജ്ഡ് ആവുമെന്നാണ് മനസ്സിലായത്. ഓക്കെ നഷ്വ. അടുത്തത് യെസ്, ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ഒരു സെക്കൻഡ് ഒന്ന്.
ഹലോ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഡിസൈൻ തിങ്കിങ് ആയിരുന്നു. ഡിസൈൻ തിങ്കിങ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്, ഡിസൈൻ തിങ്കിങ് ആൻഡ് എംപത്തി. സോ അത് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസൈൻ തിങ്കിങ്ങിന്റെ ഒരു ബേസിക് സാധനം പറഞ്ഞിട്ടുണ്ട്. സോ അത് ഒന്നും കൂടി നമ്മൾ ഡിസൈൻ തിങ്കിങ് ലിറ്റിൽ മോർ ഡീപ്പർ ഇന്ന് പരിശോധിക്കും. സോ വൈ ഡിസൈൻ തിങ്കിങ് മോർ ഡീറ്റെയിൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ദിസ് വിൽ ബി ദ ക്ലാസ് വെയർ യു വിൽ ബി ഫൈൻഡിങ് ദ സൊല്യൂഷൻ. സോ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ സൊല്യൂഷൻസിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക, അങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്, ഹൗ ഇറ്റ് ഈസ്, വാട്ട് ആർ ദി ഇന്റർഫേസിൽ എന്തൊക്കെ ഇൻഫർമേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് സോർട്ട് ചെയ്യും. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾ സോർട്ട് ചെയ്യും. നമുക്ക് ഇനി വരുന്നത് യെസ് ഐശ്വര്യ. സോ എന്റെ ടോപ്പിക് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ഒരു ക്ലാസ് മിസ്സാക്കിയിരുന്നു, അപ്പൊ കുറച്ച് സ്ലോ ആണ്. സോ ഞാൻ ഞാൻ എടുത്ത ടോപ്പിക് എന്താന്ന് വെച്ചാൽ, നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എന്റെ പേഴ്സണൽ ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇപ്പോ ഞാൻ ചിലപ്പോ ഭയങ്കര വിഷമത്തിലുള്ള ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ, പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഓക്കെ ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ബ്രേക്കപ്പ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീല് വരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ മിസ് ചെയ്യുന്ന, ലൈക്ക് ആർ യു മിസ്സിംഗ് സമ്മൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വല്ല റീലോ അങ്ങനെ എന്തെങ്കിലും വരുമായിരിക്കും. അപ്പൊ ഞാനിത് കാണുമ്പോൾ അൽഗോരിതം വെച്ച് പിന്നെയും ചിലപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും. അപ്പൊ ഞാൻ ഇതിരുന്ന് ഫുള്ള് പിന്നെയും കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ പിന്നെ ഒരു അടുപ്പിച്ച് ചിലപ്പോൾ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ആ വരുന്നുണ്ടാവുക. അപ്പൊ അത് ഇമോഷണലി വല്ലാണ്ട് എഫക്ട് ചെയ്യുമല്ലോ. നമ്മുടെ ഒരു ഒന്നിക്ക് പോസിറ്റീവ്, ഇപ്പൊ നല്ല ഭയങ്കര പോസിറ്റീവ് റീൽസ് കാണുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫറ്റീഗ് ഉണ്ടായിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാനും അതിൽ ചിലപ്പോൾ വല്ലാണ്ട് അങ്ങ് മുഴുകി ഇരുന്ന് പോണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്റെ ഒരു ഇതിൽ എന്താ വെച്ചാൽ, ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇമോഷണൽ ചെക്ക് ഇൻ പോപ്പപ്സ് വരിക. ഇപ്പൊ ഒരു കോൺസിക്വന്റ്ലി കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു 10 റീൽസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കിന് റീൽസ് വരികയാണെങ്കിൽ, ജസ്റ്റ് ഒരു പോപ്പ്, ലൈക്ക് ആർ യു ഓക്കെ, or do you really want to see these reels with the same content, അങ്ങനെ ചോദിച്ചിട്ട് ഒരു പോപ്പപ്പ് വരിക. അതുപോലെ തന്നെ ഫീഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ മൂഡ് ബേസ്ഡ് റീൽ ഫിൽറ്റർ, അങ്ങനെയൊക്കെ. മൂഡ് ബേസ്ഡ് റീൽ ഫിൽറ്റർ ഇസ് എ നൈസ് ഐഡിയ. അത് ഓക്കെയാണ്. അത് എവിടെയെങ്കിലും കണ്ടിട്ടോ വായിച്ചിട്ടുണ്ടോ? ഐ റിയലി ലൈക്ക് ദ വേർഡ് യു ടേംഡ് ഇറ്റ്. അത് ഞാൻ കുറെ എന്റെ വേർഡിലാക്കി ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, ദാറ്റ് ഈസ് സംവാട്ട് ഗുഡ്. പക്ഷെ ഇതിന്റെ രസം എന്താ പറയുക, ശരി, എല്ലാവരും റീൽസ് എങ്ങനെയുണ്ട് റീൽസ് കാണാതിരിക്കുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഐശ്വര്യതൊക്കെ റീൽസ് മൂഡിനനുസരിച്ച് സെറ്റ് ചെയ്യാന്നുള്ളത് വിചാരിക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പ്രിഫറൻസസിൽ ഇപ്പൊ എനിക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കാലോ, പക്ഷെ അത് കൊടുത്താൽ തന്നെ അതിൽ ഓപ്ഷൻസ് കുറവാണ്. നിങ്ങൾക്ക് ഈ എന്താ പറയാ, ഈ അക്കൗണ്ടിൽ നിന്ന് വേണ്ടേ, അല്ലെങ്കിൽ ഈ ടോപ്പിക് വേണ്ടെന്ന് ചോദിക്കാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എടുത്ത് പോയി നോക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അങ്ങനെ കുറെ റെഫറൻസ്, മീൻസ് പൊളിറ്റിക്കൽ റെഫറൻസ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ മൂഡ് കൊടുക്കുന്നില്ല. ഇങ്ങനെ ടോപ്പിക്സ് അല്ലെങ്കിൽ തീംസ് ഇങ്ങനെയെന്നുള്ളത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അത് നമ്മളപ്പോ പോയി അതിന്റെ ഉള്ളിൽ പോയി ഇങ്ങനെ ചേഞ്ച് ആക്കി വരുന്നതിന് പകരം പെട്ടെന്നൊരു പോപ്പപ്പ് വന്നിട്ട്, അപ്പൊ അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇതില് ഒന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഞാൻ ഇൻ ബിറ്റ്വീൻ ക്ലാസ് ഇത് UX പാർട്ടും കൂടിയാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ഹാൻഡ് റീജിയൻ വെച്ചിട്ട് നമുക്ക് UX-നെ അനലൈസ് ചെയ്യാം. ഓക്കെ, സോ UX ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ബട്ടൺ, ഇറ്റ് ഈസ് ഫാർ മോർ ലെഫ്റ്റ്. ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ അല്ലെ? റൈറ്റ് സൈഡിൽ ഏതാ ബട്ടൺ ഉള്ളതെന്ന് അറിയോ? ആൻഡ് മോസ്റ്റ് ഓഫ് ദി യൂസേഴ്സ് ആർ റൈറ്റ് ഹാൻഡഡ് യൂസേഴ്സ്. മൊബൈൽ ഉപയോഗിക്കുന്ന റൈറ്റ് ഹാൻഡിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് കൂടുതലും. സോ നമ്മൾ ഏറ്റവും കൂടുതൽ പവർ ഹാൻഡ് അല്ലെങ്കിൽ പവർ, അതിനൊരു വേർഡ് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ഉള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കൈ റൈറ്റ് ഹാൻഡഡ് ആണ്. എന്തുകൊണ്ടാണ് ലൈക്ക് ഇപ്പുറത്തെ പറഞ്ഞത്? അതായത് നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ, ലെറ്റ്സ് സേ ഇവിടെയാണ്, ഇവിടേക്ക് ടാപ്പ് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ പ്ലേസ്മെന്റ് ഉള്ളത്, ഇവിടെയല്ല. ഇറ്റ് ഈസ് മോർ ഈസി. ഇവിടുന്ന് എനിക്ക് ഈ വിരൽ ഇവിടേക്ക് എത്തിക്കുന്നതാണ് ഈസി, പക്ഷേ ഇറ്റ് ഹാസ് ബീൻ പ്ലേസ്ഡ് ഹിയർ. അതെന്താണെന്നറിയോ? ഡു എനിബഡി ഹാവ് എ തോട്ട് ഓൺ ദാറ്റ്? അതെന്തുകൊണ്ടായിരിക്കും? വൈ ദ ഡിസൈൻഡ് ഇൻ എ വേ ഫാർ ലെഫ്റ്റിൽ കീപ്പ് ചെയ്തത് ലൈക്സ്? ഐശ്വര്യ?
അറിയില്ല സർ. അറിയില്ല. എന്താ റൈറ്റില് നമ്മളെ ഫിംഗറിന് ഏറ്റവും കൂടുതൽ ഐഡിയ സർ അറിയില്ല. ഓക്കെ, എന്താ നമ്മള് ഏറ്റവും റൈറ്റില് നമുക്ക് ഏറ്റവും നിയർലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ഏതാ? ഈ സൈഡിലുള്ള ബട്ടൺ ഏതാന്ന് എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? വാട്ട് ഈസ് ദ നിയറസ്റ്റ് ബട്ടൺ? ഇൻസ്റ്റാഗ്രാം തുറന്നിട്ട് നിങ്ങള് ഏതാ? സേവ് അല്ലേ? യെസ്, ഇറ്റ് ഈസ് സേവ്. അതായത് സോ ഇൻസ്റ്റഗ്രാമിന് കൃത്യമായിട്ട് അറിയാം. സോ വാട്ട് എവർ ഇൻഫർമേഷൻ യു ആർ സേവിങ് ഈസ് സംതിങ് ദാറ്റ് ഈസ് റിയലി നീഡഡ് ടു യു. നിങ്ങൾക്ക് വേണ്ട ഇൻഫോസ് മാത്രമേ സേവ് ചെയ്യുള്ളൂ. ആൻഡ് ആൾസോ sometimes when you stalk other people, you save their post പക്ഷെ ലൈക്ക് ചെയ്യില്ല. And this is some kind of behavior that most of the users have. ആളുകൾ വേറെ ആളെ പോസ്റ്റ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, but they'll not like it, but they'll save it. And there are so many posts they will be saving because they like it. അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ സേവ് ചെയ്യും. സോ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം is actually finding ഏതൊക്കെ പോസ്റ്റുകളാണോ നിങ്ങൾ സേവ് ചെയ്തത്, ആ സേവ് ചെയ്ത പോസ്റ്റിനനുസരിച്ചിട്ടാണ് ഇറ്റ് ഈസ് ബീങ് ആക്ച്വലി പുഷ് ടുവേർഡ്സ് യുവർ റീൽസ് ഓർ യുവർ ഫീഡ്. അപ്പം ദിസ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. സോ സിമിലർലി ഇതേപോലെ എവിടെയെങ്കിലും ഒരു ബട്ടൺ പ്ലേസ്മെന്റോ അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് തിങ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അറ്റ് സം പോയിന്റ് ഇഫ് യു ആർ സ്ക്രോളിംഗ് ഫോർ എ വെരി സ്പീഡ് അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇറ്റ് വിൽ ആസ്ക് യു എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ലൈക്ക് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് അല്ലേ വരുന്നത്. അതെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഐശ്വര്യ? ഇല്ല സാർ, എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ. സോ അത് ഒരു ഓപ്ഷൻ ആണ്. സോ വാട്ട് യു ക്യാൻ ഡു, യുവർ ഐഡിയ തിങ്കിങ് ഈസ് ഗുഡ്. സോ ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ മൂഡ് ബേസ്ഡ് ഫിൽട്ടർ പോലെ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. സോ അത് എവിടെ പ്ലേസ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അത് എവിടെ പ്ലേസ് ചെയ്യാം. അത് ഒരു നേരത്തെ ഐശ്വര്യ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു 10 റീൽസ് സ്ക്രോൾ ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന ഇപ്പോ സ്പോട്ടിഫൈയിലൊക്കെ നമ്മൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കും ഏതൊക്കെ ലാംഗ്വേജിലാണ് നിങ്ങൾ പാട്ട് കേൾക്കല്. സോ വി കൻ സെലക്ട് ഇംഗ്ലീഷ്, മലയാളം, തെലുഗു, ലൈക്ക് വാട്ട് എവർ യു ആർ ഹിയറിംഗ്. അപ്പോൾ അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഓൺലി ഗെറ്റിംഗ് ദോസ് സോങ്സ് ഇൻ യുവർ ഫീഡ്. അപ്പൊ സിമിലർലി അതേപോലത്തെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് വെച്ചാൽ ആ ഇൻഫർമേഷൻ ചോദിച്ചതിന് ശേഷം നമ്മൾ ടാപ്പ് ചെയ്യുന്നു, ദോസ് റീൽസ് വിൽ ബി പോപ്പിംഗ് അപ്പ്. അപ്പോൾ അത് ഒരു ഇതാണ്. പക്ഷെ ടോപ്പിക്സ് വിൽ ബി വെരി ലാർജ് ആൻഡ് വൈഡ് വെറൈറ്റി. അപ്പൊ ടോപ്പിക്സ് ഉണ്ടാവില്ല, അതിനേക്കാൾ നല്ലത് കുറച്ചും കൂടി മൂഡ് ബേസ്ഡ് ആയിരിക്കും. സോ കോൺസെപ്റ്റ് ഈസ് ഗുഡ്. ഇതൊന്ന് ആളുകളായിട്ട് യൂസർ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ ഐശ്വര്യ? ഇല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഓക്കെ, സോ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഇന്റർവ്യൂ. എന്നിട്ട് ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ദിസ് ഇസ് യെസ് യു ക്യാൻ വർക്ക് ഓൺ ദിസ്. ഇത് ഇന്റർവ്യൂ ചെയ്യുക, ഗെറ്റ് ഇൻഫർമേഷൻ. അതിൽ തന്നെ കുറച്ചും കൂടി ഇതിന്റെ വേറെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇതിന്റെ വേറെ സൈഡോ കുറച്ചും കൂടി കേൾക്കാൻ പറ്റും. സോ യെസ്, ദിസ് ഇസ് ഗുഡ് ടു ഗോ. സർ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാനൊരു ഇമോഷണൽ സെക്കൻഡ് പോപ്പ് പറഞ്ഞില്ലായിരുന്നില്ലേ, ഇങ്ങനെ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? കാരണം എന്താന്ന് വെച്ചാൽ ചില നേരത്ത് ചിലപ്പോ നമ്മൾ ലോസ്റ്റ് ആയിരിക്കും വൈ വാച്ചിങ് റീൽസ്. നമ്മൾ ഇപ്പൊ പോയി മൂഡ് ബേസ് ഫിൽറ്റർ ഒന്നും പോയി അത് ചിലപ്പോ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൊ ഒരു ഇമോഷണൽ. പക്ഷെ ശ്രദ്ധിക്കാതിരിക്കാൻ ഇസ് പാർട്ട് ഓഫ് നെഗ്ലിജൻസ് ഫ്രം ദ യൂസർ സൈഡ്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഓൾക്ക് അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിൽ അതിന്റെ ഡിസൈൻ ആസ്പെക്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. അതായത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള സാധനം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് സ്ട്രൈക്ക് ദിയർ ഐസ് ഇൻ എ വേ ഇറ്റ്സ് ബീൻ ഡിസൈൻഡ്. കളർ ആണെങ്കിലോ ഷേപ്പ് ആണെങ്കിലോ ആ രീതിയിലൊക്കെയാണ് നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക ഫ്രം യൂസർ സൈഡ്. ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഹൈലൈറ്റിംഗ്. അപ്പൊ ചിലപ്പോൾ മൂഡ് എന്നുള്ള വേർഡ് ബോൾഡ് ആക്കി കഴിഞ്ഞാൽ യു വിൽ ബി റീഡിങ്. സോ അതാണ് വൺ ഓഫ് ദി ഓപ്ഷൻ ദാറ്റ് യു ക്യാൻ ഡു. സോ ആ രീതിയിൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഇഫ് ദേ ജസ്റ്റ് സ്വൈപ്പ് ആൻഡ് ജസ്റ്റ് മൂവ്, ഇറ്റ്സ് അഗെയിൻ യുനോ ഇറ്റ് ക്യാൻ. അത് കുറെ ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ വി ഹാവ് ടു ചേഞ്ച്, വി ഹാവ് ടു പുട്ട് ന്യൂ ഐഡിയാസ് ഓഫ് ഡിസൈൻസ്. അത് തന്നെയാണ് അതിന്റെ ഓപ്ഷൻ ഉള്ളത്. ഓക്കെ സർ. ഓക്കെ, സോ ഐശ്വര്യ അതൊന്ന്, ഐശ്വര്യ നോഷൻ കിട്ടിയിരുന്നു, നോഷൻ ക്ലാസ്സിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോഷനിലല്ലേ എല്ലാ പരിപാടിയും ചെയ്യുന്നത്? അതെ. ഓക്കെ, സോ യെസ്. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് മെല്ലന ഇന്നത്തെ ഇന്ന് നമ്മള് എംപത്തറ്റിക്, എങ്ങനെയാണ് എംപത്തി ഉപയോഗിച്ച് നമ്മൾ പാർട്ട് ചെയ്യേണ്ടത്, UX റിസർച്ച് ചെയ്യേണ്ടത്, പ്ലസ് ആൾസോ ഡിസൈൻ തിങ്കിങ്ങും ഒരു സ്മോൾ കേസ് സ്റ്റഡിയും കൂടി നമുക്ക് പോവാം. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ.
സ്ക്രീൻ വിസിബിൾ ആണോ? Yes. സോ ഡിസൈൻ തിങ്കിങ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടോ? വാട്ട് ഈസ് ഡിസൈൻ തിങ്കിങ് എന്നുള്ളത് ആർക്കെങ്കിലും ജസ്റ്റ് ഇൻ എ ബ്രീഫ്? എനിബഡി റിമെമ്പേഴ്സ്? ഇല്ല? ഓക്കെ. സോ ഡിസൈൻ തിങ്കിങ് ലോകത്തിലെ എല്ലാ ടോപ്പ് കമ്പനീസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, എയർബിഎൻബി, നെറ്റ്ഫ്ലിക്സ്, ഏത് കമ്പനി എടുത്തു പോയി കഴിഞ്ഞാലും ഓരോ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. This is a nice process, a 5-step process. And if you use this process, it will be more easy for you to find solutions. So this is a cyclic process, design thinking. 5 step, simple step. So making a problem or putting a problem inside design thinking will help you to filter out with a nice solution. As said, that's a cyclic process. ഇത് കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഈ പരിപാടി നടക്കും. നമ്മൾ പണ്ട് സ്കൂൾസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ലൈഫ് സൈക്കിൾ ആയിരുന്നു. നമ്മൾ വെള്ളം വരുന്നു, മഴ പെയ്യുന്നു, ഇറ്റ്സ് അഗെയിൻ ഇവാപറേറ്റിംഗ്, വീണ്ടും മേഘമാവുന്നു. സോ ദാറ്റ് സിമിലർ പ്രോസസ് പോലെ തന്നെ ദിസ് ഈസ് സിമിലർലി എ പ്രോസസ് വേർ എവറി പ്രോബ്ലംസ്, ഏതൊരു കമ്പനിക്ക് എന്ത് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്, ലെറ്റ്സ് സേ ഒരു യൂസർ പ്രോബ്ലം വന്ന്, ബിസിനസ് പ്രോബ്ലം വന്ന്, ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ആസ്പെക്ട്. So that is what design thinking is. There are 5 stage ulla real world namukku apply cheyan pattunna oru process aanu, where you can think it in like ee 5 step upayogichu kazhinjal you can actually get into a solution. So in the final stage your solution will be there. So idana ee 5 step inde oru process. So let's move to 5 steps. So design thinking adinte oru correct explanation is a problem solving approach that focuses on understanding users, challenging assumptions, and creating innovative solutions. So this is an important factor, challenging assumptions. So we ഒരു problem kandu, what we will be directly doing, നമ്മൾ ഇതിന് ഓക്കെ ഇതായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളൊരു തോട്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ അത് ചെയ്താൽ ശരിയാവും എന്നുള്ളൊരു ചിന്ത വരും. സോ ദാറ്റ് കനോട്ട് ബി റൈറ്റ്. അത് നമ്മൾ അസംഷനാണ്. അത് എപ്പോഴും റൈറ്റ് ആവണമെന്നില്ല. സംടൈംസ് എപ്പോഴെങ്കിലും ഒക്കെ റൈറ്റ് ആവാന്നല്ലാതെ അധിക സമയത്ത് അത് റൈറ്റ് ആവണം എന്നല്ല. സോ അതിനെ നമ്മൾ ഇതിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കും, വിച്ച് ഇസ് കോളിംഗ് ചലഞ്ചിങ് ആർ അസംഷൻസ്, ക്രിയേറ്റിംഗ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ. സോ വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ? ബിക്കോസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടാവും ആൻഡ് യു വിൽ ബി ചൂസിങ് ഫ്രം വൺ ഓഫ് ദാറ്റ്. സോ അതുകൊണ്ടാണ് നിങ്ങൾ കുറെ സൊല്യൂഷൻസ് ഒന്ന് ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഹാവിങ് an upper hand than the other solutions. അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ എടുക്കാൻ there will be a greater reason. അപ്പൊ നമ്മൾ കുറെ സാധനത്തിന് എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ it will be more reliable and solid. So let's see എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. So it solve complex problems creatively. അതാണ് അതിന്റെ ഏറ്റവും രസം. ഈ 5 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കോംപ്ലക്സ് പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇറ്റ്സ് അഗെയിൻ ലൈക്ക് ഒരു ഡിസൈൻ പ്രോബ്ലം ആവാം, ഇറ്റ് ക്യാൻ ബി എ മാർക്കറ്റിംഗ് പ്രോബ്ലം, ഇറ്റ് ക്യാൻ ബി എ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ, ലെറ്റ്സ് സേ യു ആർ ട്രൈങ് ടു പുട്ട് ഒരു കൗൺസിലിംഗ് സെന്ററോ എന്തെങ്കിലും, വാട്ട് എവർ യു ആർ ട്രൈങ് ടു ഡു, യു ക്യാൻ യൂസ് ദിസ് പ്രോസസ്. സോ ഇത് കമ്പനീസ് ലൈക്ക് ആപ്പിൾ, എയർബിഎൻബി, ഊബർ, ഗൂഗിൾ ഒക്കെ തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദിയർ ഡിസൈൻ ടീം ഈസ് ആക്ച്വലി ഡൂയിങ് ദിസ് പ്രോസസ് ഇൻ എവറിഡേ ലൈഫ്. സോ എന്താണ് ആ പ്രോസസ്സിലെ 5 സ്റ്റേജസ് നോക്കാം. സോ ദ 5 സ്റ്റേജസ് ഇൻക്ലൂഡ്സ് എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ഇതാണ് ഇതിന്റെ സിമ്പിൾ സ്റ്റേജസ്. Empathize is the stage where we will be trying to understand the user. ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഇപ്പൊ നിങ്ങൾ ചെയ്ത സ്റ്റേജിനാണ് എംപത്തൈസ്. സോ ഹിയർ യു ഹാവ് എംപത്തൈസ്ഡ് ഇൻ യുവർ യൂസർ സൈഡ്. നിങ്ങളെ യൂസേഴ്സിനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സോ യു ഹാവ് ഡൺ വിത്ത് ദ എംപത്തൈസ് പാർട്ട്. ഡിഫൈൻ പാർട്ട് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഒരു ഡേയിലോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ആണ് ഡിഫൈൻ. സോ വാട്ട് ഈസ് ഡിഫൈൻ? ഡിഫൈൻ ഈസ് മോർ ഓഫ് നിങ്ങൾ ആ പ്രോബ്ലത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേജ് ആണ് ഡിഫൈൻ. സോ വൈ ഇറ്റ് ഈസ് ചെറിയ സ്റ്റേജ് ആണെങ്കിൽ കൂടി അത് റിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. ദാറ്റ് ഈസ് ദ പ്ലേസ് വെയർ യു വിൽ ഗെറ്റ് എൻ ഐഡിയ വാട്ട് ഈസ് യുവർ പ്രോബ്ലം. നമ്മളെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവുന്ന സ്റ്റേജ് ഈസ് ഡിഫൈൻ സ്റ്റേജ്.
തേർഡ് സ്റ്റേജ് ഇസ് ഐഡിയേറ്റ്. അതാണ് നമ്മൾ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സ്റ്റേജ് ഐഡിയേറ്റ്. അതായത് നമുക്ക് ഈ കിട്ടിയ ഇൻഫർമേഷൻസും നമുക്ക് ഈ കിട്ടിയ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഹൗ വി വിൽ ബി സോൾവിങ് ദിസ് പ്രോബ്ലം. സോ വി വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ഡിഫറെന്റ് ഐഡിയാസ്. ഐഡിയ 1, ഐഡിയ 2, ഐഡിയ 3. ദർ ആർ മൾട്ടിപ്പിൾ വേസ്. ഓരോ ഐഡിയക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും. സംടൈംസ് ഇറ്റ് മേ നോട്ട് ബി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ആ സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുറെ പൈസ വേണ്ടി, അതുകൊണ്ട് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. സംടൈംസ് ദാറ്റ് ഐഡിയ അതിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, സോഷ്യലി അതിന്റെ പ്രശ്നങ്ങളോ ലീഗലി ഉള്ള പ്രശ്നങ്ങളോ. സോ പക്ഷെ ഐഡിയ ചെയ്യുന്ന ടൈമിൽ യു ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് എനിത്തിങ്. ജസ്റ്റ് പുട്ട് യുവർ ഐഡിയാസ്, ഡംപ് യുവർ ഐഡിയാസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. ഡംപ് യുവർ ഐഡിയാസ്. ഐഡിയാസ് എപ്പോഴും ഉണ്ടാവുക. നിങ്ങൾ എല്ലാ ഐഡിയാസും പുറത്തിട്ടതിന് ശേഷം മാത്രമാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. ഇത് നിങ്ങൾ ഐഡിയേഷൻ സ്റ്റേജിൽ നിങ്ങൾ ബാക്കിയുള്ള ഒരു സാധനത്തിനെ കുറിച്ച് ചിന്തിക്കരുത്. കോസ്റ്റ് എഫക്റ്റീവ്നെസിനെ കുറിച്ചോ അല്ലെങ്കിൽ സോഷ്യലി ലോ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ചിന്തിക്കരുത്. യു ജസ്റ്റ് പുട്ട് യുവർ ഐഡിയ. അതിനുശേഷം ഈ ഐഡിയാസിലുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം പ്രോട്ടോടൈപ്പിംഗ്. പ്രോട്ടോടൈപ്പ് ഇസ് ദ ഫസ്റ്റ് മോഡൽ. നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ മോഡൽ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു ചെറിയ വേർഷൻ ഉണ്ടാക്കും. and you go to real users and test it. So അതാണ് prototype version and test version will be prototype. നമ്മൾ ചെയ്ത സാധനം നമ്മൾ പുറത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഫേസിൽ വരിക. സോ അഗെയിൻ ഈ ടെസ്റ്റ് ഫേസ് കഴിഞ്ഞാലും ഇറ്റ് വിൽ നോട്ട് എൻഡ് there. You will again go back. ഈ ടെസ്റ്റ് ഫേസിൽ you will be understanding so many problems from users. ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അത്രയും കാലം കാണാത്ത പുതിയ പ്രശ്നങ്ങളായിട്ട് ഈ സ്റ്റേജിൽ പുതിയ പ്രശ്നങ്ങൾ വരും. സോ അവിടുന്ന് വീണ്ടും you will go back to empathize. You define the problem. അപ്പൊ നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് will be little more elaborative, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആസ്പെക്ട് എന്നായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകുക. സോ ഈച്ച് ടൈം വെൻ യു ഗോ ഇൻ ടു ദ സൈക്കിൾ ഇറ്റ് ഇസ് റിഫൈൻഡ്. മോർ ടൈം യു ഗോ ഇറ്റ് ഇസ് മോർ റിഫൈൻഡ്. അപ്പൊ ഇതൊരു റിഫൈനിങ് പ്രോസസ്സും കൂടിയാണ്. സോ ലെറ്റ്സ് സീ empathize, as I said, understanding users ആണ്. Define, identifying the core problem, ideation, brainstorm, creative solution. It can be any solution. അതിന് വേറെ you will not keep any other boundaries. You just think about solutions. Prototype, testable designs ഉണ്ടാക്കുന്നു. Test is where you get feedback and refine. Let's see ഇത് ഈ പ്രോസസ് എങ്ങനെയാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു സൈക്ലിക് പ്രോസസ് എങ്ങനെയാണ്. സോ ഇവിടെയാണ് നമ്മൾ where you are is conducting research to develop an understanding of the users. ഇത് നിങ്ങൾ കഴിഞ്ഞു. So this is where you are right now. Most of you have been done. ഇനി ആകെ ഒരാളെങ്ങാണ്ട് ഈ പാർട്ട് കൂടി ചെയ്യാനുള്ളൂ. ഷീ ഈസ് ആൾസോ ഓൾമോസ്റ്റ് ദെയർ. അത് ജസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. ഡിഫൈൻ, കമ്പൈൻ ഓൾ യുവർ റിസർച്ച് ആൻഡ് ഒബ്സർവ് വേർ യൂസേഴ്സ് പ്രോബ്ലം എക്സിസ്റ്റ്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. പക്ഷെ ഇത് കാണുമ്പോൾ ചെറുതായിട്ട് ഡിഫൈൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പക്ഷെ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ഇറ്റ്സ് ആക്ച്വലി ഗെറ്റിംഗ് റിയൽ. അത്രയും സമയം ദാറ്റ് ഈസ് ജസ്റ്റ് എ പ്രോബ്ലം, ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു തോട്ട് പോലെയോ കിടക്കുന്ന സാധനം ഈ ഡിഫൈൻ എന്ന് പറയുന്ന സാധനം. പക്ഷെ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ഇറ്റ്സ് ബിക്കമിങ് സോളിഡ്. ചെറുതാണെങ്കിലും ഇമ്പോർട്ടന്റ് ആൻഡ് പവർഫുൾ ഏരിയ ആണ്. ആൻഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം, നിങ്ങളുടെ ഡോക്യുമെന്റ് നിങ്ങൾ ഡിഫൈൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഇത് ഉപയോഗിക്കും. സോ ഫസ്റ്റ് നിങ്ങളുടെ റിസർച്ചിന്റെ പാർട്ട് കഴിഞ്ഞു, വെൻ കമ്മിങ് യുവർ കേസ് സ്റ്റഡി. രണ്ടാമത്തെ ഡിഫൈൻ എന്നുള്ള സ്റ്റേജിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് വിൽ ബി പുട്ടിങ് ഇറ്റ് ഇൻ എ വെരി സിമ്പിൾ ആൻഡ് ഈസി ടേംസ്. ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന സ്റ്റേജിലായിരിക്കും ഡിഫൈൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകാം. സോ ലെറ്റ്സ് സേ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. സോ ഹുദ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് പ്രോപ്പർലി സോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനോ ഒരു വെബ്സൈറ്റോ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ക്യാൻ, അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. സോ യു വിൽ പുട്ട് ഇറ്റ് ഇൻ വെരി 2 or 3 സെന്റൻസ്. അത് എത്ര ക്രിസ്പായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ അത് ആർക്ക് വായിച്ചാലും മനസ്സിലാവണം. ആൻഡ് എനിബഡി, ഏതൊരു കുട്ടിക്ക് വായിച്ചാലും ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവണം എന്നുള്ളതാണ് അതിന്റെ പാർട്ട്. സോ യു ഹാവ് ടു വെരി കെയർഫുള്ളി സ്ട്രക്ചർ ദ ഡിഫൈനിങ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് യു വിൽ ബി ഡൂയിങ് യുവർ ഐഡിയേഷൻ പാർട്ട്. ഈ ഐഡിയേഷൻ പാർട്ട് യു വിൽ ബി ടേക്കിംഗ് ഹെൽപ്പ് ഫ്രം ChatGPT or like any AI tools ഇല്ലെങ്കിൽ the best option is like you go around internet is the best place to surf around. ഇങ്ങനത്തെ ഐഡിയാസും പ്രോബ്ലംസും ഒക്കെ തപ്പിപ്പോവാൻ ഏറ്റവും നല്ല സ്ഥലം ഇന്റർനെറ്റാണ്. യു സർഫ് ലോങ് ഹവേഴ്സ് ഇൻ ഇന്റർനെറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റോ കോൺസെപ്റ്റ്സോ കിട്ടും. ഇവിടെ റെഡിറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ? ഐ ഡോണ്ട് നോ. ലാസ്റ്റ് റെഡിറ്റ് യൂസേഴ്സ്, റെഡിറ്റ് ഉപയോഗിക്കുന്നവരുണ്ടോ? യെസ്, ഗായത്രി ഉപയോഗിക്കുന്നുണ്ട്. സോ റെഡിറ്റ്, യെസ്, ഫാത്തിമ ഉപയോഗിക്കുന്നുണ്ട്. സോ ഗൈസ്, ഇഫ് യു ആർ നോട്ട് യൂസിങ് റെഡിറ്റ്, ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ഐ വിൽ നോട്ട് സേ ലൈക്ക് അതൊരു അടിപൊളി പ്ലാറ്റ്ഫോം ആണ് വേർ സോ മെനി പീപ്പിൾ വിൽ ബി കമ്മിങ്. അതിൽ നിങ്ങൾ ടാഗ്സ് ആണ് ഉണ്ടാക്കുക.
എന്നിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സ് ഉണ്ടാവും, വിച്ച് എവർ ടോപ്പിക്സ് യു ഫോളോ, അതിന്റെ ഫീഡ്സ് ആണ് നിങ്ങളെ സ്ക്രീനിലേക്ക് വരിക. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്, പല ഭാഗത്തുനിന്ന്, ലോകത്തിന്റെ തന്നെ പല ഭാഗത്തുനിന്ന് പീപ്പിൾ ക്യാൻ കമന്റ് ആൻഡ് ഗിവ് ഇൻഫർമേഷൻ ഓൺ ഇൻഫർമേഷൻ. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടോ, ഇറ്റ്സ് ജസ്റ്റ് സിംപ്ലി ലൈക്ക് എ കോറ, പക്ഷേ ഇറ്റ്സ് മോർ ഓഫ് ഇൻ അഡ്വാൻസ്ഡ് ലെവൽ. കുറച്ചും കൂടി there will be discussions, more discussions room. Quarrel questions and answers, so many responses will be coming. Here discussions are happening. So പണ്ട് ക്ലബ് ഹൗസ് എന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി ഇവിടെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈബന്ധിക്കുക. ക്ലബ് ഹൗസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി പരിപാടിയായിരുന്നു ക്ലബ് ഹൗസ് ബാക്ക് ദെൻ. യെസ്, സോ പീപ്പിൾ ആർ ദേർ. ക്ലബ് ഹൗസ് ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. ആളുകൾ ഇങ്ങനെ ഗ്രൂപ്പായി ചാറ്റ് ചെയ്യുന്നു. ആൻഡ് അഗൈൻ ദാറ്റ് ഐഡിയ ഇറ്റ് സെൽഫ് വാസ് സോ ഗുഡ്. അത് കോവിഡിന്റെ സമയത്തായിരുന്നു, just before that, either ആ ഒരു പീരീഡിൽ തന്നെയായിരുന്നു ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ് വാസ് സംതിങ് റിയലി ഇൻട്രസ്റ്റിംഗ്. എവ്രിബഡി ഈസ് പുട്ടിംഗ് ദെയർ തോട്ട്സ്. ആ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു മൂഡ് ഹാപ്പൻ ചെയ്യുന്ന സ്ഥലം. പക്ഷെ ആസ് ഇറ്റ് ഈസ് എൻ ഓഡിയോ ചാറ്റ്, ഇറ്റ് വിൽ നോട്ട് ബി സേവ്ഡ് ഓർ റിസ്റ്റോർഡ്. ഇതില് ദ ഐഡിയാസ് വിൽ ബി ദെയർ ബിക്കോസ് ടെക്സ്റ്റ് ബേസ്ഡ് ആണ് റെഡിറ്റ് പോകുന്നത്. സോ ഈ ഐഡിയേഷൻ സ്റ്റേജ് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോട്ടോടൈപ്പ് നമുക്ക് ഈ നമ്മളെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റണമെന്നില്ല. Why? Because ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ് വിൽ നോട്ട് ബി സിംപ്ലി പോസിബിൾ. അതിന് കുറച്ച് ടൈം യു ഹാവ് ടു സ്പെൻഡ് ഓൺ ഫിഗ്മ. ഞാൻ അതിലേക്കുള്ള ഒരു എൻട്രൻസ് നിങ്ങൾക്ക് ചെയ്തു തരും. ലൈക്ക് ഇഫ് യു വോണ്ട് ടു എക്സ്പ്ലോർ, ഞാൻ ഫിഗ്മന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ ഫിഗ്മ എന്താണ്, ഫിഗ്മയിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, അതൊരു ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിലേക്ക് ഒരു എൻട്രൻസ്, ലൈക്ക് നിങ്ങളെ കൈ പിടിച്ച് ഞാൻ ഫിഗ്മയിലേക്ക് ജസ്റ്റ് ഐ ഡ്രോപ്പ് യു ദേർ ഇഫ് യു ഹാവൻറ്റ് എവർ യൂസ്ഡ് ഫിഗ്മ. അതിൽ നിന്ന് നിങ്ങൾ, ബിക്കോസ് നമുക്ക് 2 months ഉള്ളൂ. And again, there is a limitation where നമുക്ക് ഡിസൈനും കൂടി പഠിപ്പിക്കാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. So this course is completely designed in a way to think and solve problems. So ഇതില് പ്രോട്ടോടൈപ്പ് എന്നുള്ള ഏരിയയിലായിരിക്കും നമുക്ക് ചെറിയ ചാലഞ്ച് വരിക. Where if you are ready to put your hearts and learn it, it will be so amazing. And again, talking about UI UX, നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയ ആണ്. I enjoy my work, I enjoy my life being a designer. ശരിക്കും അടിപൊളിയാണ്. കാരണം ഈ ചെയ്യുന്ന പ്രോസസ്സിലെ ഇന്റർവ്യൂ ചെയ്യുന്നു, യു ഗെറ്റ് ഇൻഫർമേഷൻ, യു ടോക്ക് ടു പീപ്പിൾ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അതിന്റെ ഇൻസൈറ്റ്സ് യു ആർ ബിൽഡിങ് സംതിങ്. അതിന്റെ ഈ ഐഡിയേഷൻ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊളിയാണ്. ഐഡിയേഷൻ സ്റ്റേജിൽ നമ്മൾ ഒരു 4-5 ആളിങ്ങനെ ഇരുന്നിട്ട് ഒരു വട്ടമേശ സമ്മേളനം പോലെ എവ്രിബഡി വിൽ ബി ടോക്കിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത്. ചിലപ്പോൾ മണ്ടൻ ഐഡിയാസ് ആയിരിക്കും, ചിലപ്പോൾ അടിപൊളി ഐഡിയാസ് ആയിരിക്കും. അപ്പം ഭയങ്കര കോൺവെർസേഷൻ ഹാപ്പൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഇഫ് യു ലൈക്ക് ടു ടോക്ക്, ഇഫ് യു ലൈക്ക് ടു ബി പാർട്ട് ഓഫ് എ ടീം, UI UX is a nice job to have. അവിടെ UI UX ന്റെ UI പാർട്ടിലാണ് നമുക്ക് ഡിസൈൻ വരിക. UX പാർട്ടിൽ നിങ്ങളിപ്പം ചെയ്യുന്ന പ്രോസസ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇത് മാത്രമേ UX ൽ വരുള്ളൂ. സോ വാട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ഹിയർ, നമ്മൾ UX ഡീറ്റെയിൽ ആയിട്ട് റിയൽ ലൈഫിൽ വെച്ചാൽ വെബ്സൈറ്റിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കമ്പനി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അതിന്റെ യൂസേഴ്സിനെയും അവിടുത്തെ മാർക്കറ്റിംഗ് ടീമിനെ എല്ലാവരും എടുത്തുനിന്ന് ഇന്റർവ്യൂസ് എടുക്കും. സോ അവിടെയുള്ള എല്ലാ ടീമിന്റെ അടുത്തും സംസാരിക്കും. ഓരൊക്കെ പ്രോബ്ലം നമുക്ക് വെബ്സൈറ്റിൽ കൂടെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എൻഡ് ഗോൾ. സോ അതാണ് ആകെയുള്ള ഡിഫറൻസ്. ഹിയർ യു ആർ സോൾവിങ് എ പ്രോബ്ലം ദാറ്റ് യു സീ ഓർ യു ഹാവ് ഇൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു യു. അപ്പൊ അതുകൊണ്ട് തന്നെ ദർ ആർ ലിമിറ്റേഷൻ. നമുക്ക് വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നുമില്ല. യു ആർ ദ സ്റ്റേക്ക് ഹോൾഡർ, യു ആർ ദ ബ്രെയിൻ. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ടെസ്റ്റ് ഫേസും വിൽ നോട്ട് ബി പോസിബിൾ. ടെസ്റ്റ് ഫേസ് നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ നമുക്ക് ഇതിന്റെ വാട്ട് ഈസ് യുവർ എൻഡ് ഗോൾ വിൽ ബി ക്രിയേറ്റിംഗ് എ പ്രോപ്പർ കേസ് സ്റ്റഡി. അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ച് സ്കിൽ, നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽ പ്ലസ് നിങ്ങളൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഈ 3 സ്കില്ലും നിങ്ങൾ കംപ്ലീറ്റ്ലി സ്ട്രോങ് ആവും. ആൻഡ് ഐ ടെൽ യു, യു ഡോണ്ട് ഹാവ് ടു ബി എ UI ഡിസൈനർ. നിങ്ങൾക്ക് UX-ലേക്ക് സിംപ്ലി UX ഡിസൈനിലേക്ക് മാത്രം, UX റിസർച്ച് അല്ലെങ്കിൽ UX ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഈ ഏരിയയിലേക്ക് മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോബ്സും ദർ ആർ ഓപ്പണിംഗ്സ് ആൻഡ് പീപ്പിൾ ആർ ആക്ച്വലി ഹയറിംഗ്. ഇപ്പൊ ഒരു ഹയറിംഗ് ട്രെൻഡ് കുറഞ്ഞിട്ടുണ്ട് UI UX എന്നുള്ള ഏരിയയിൽ. വൈ? ബിക്കോസ് ദർ ആർ ലോട്ട്സ് ഓഫ് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ആർ അറൌണ്ട് മാർക്കറ്റ്. പക്ഷേ ഇൻ കമ്മിങ് ഫ്യൂച്ചറിലേക്ക് അടുത്തൊരു 6 മാസത്തെ ട്രെൻഡ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ബൂമിങ് അപ്പ്. പിന്നെ വേൾഡ് ജോബ് എക്കണോമിക് ഫോറം 2030 എന്ന് പറഞ്ഞൊരു ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യു കെൻ ജസ്റ്റ് ഗോ അറൌണ്ട് ആൻഡ് സീ ഇൻ ഇന്റർനെറ്റ് ഏതൊക്കെ ജോബ്സ് ആണ് ഇനി ഉണ്ടാവുക എന്നുള്ളത്, ഏതൊക്കെ ജോബ്സ് ആണ് ഇനി അടുത്ത ഇൻ ദ കമ്മിങ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാവുന്നത്, ഏതൊക്കെ ജോബ് നിലനിൽക്കും, ഏതൊക്കെ ജോബ് ടേക്ക് ഓവർ ചെയ്യും. നല്ലൊരു അടിപൊളി ഒരു പേപ്പറാണ്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ പേപ്പർ, ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ബുക്ക്. അതിലെല്ലാ ലോകത്തിലെ എല്ലാ ജോലികളെ കുറിച്ച് മനസ്സിലാക്കി they have designed it. അത് ജസ്റ്റ് maybe I'll
ഞാൻ ക്ലാസിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ എവിടെയെങ്കിലും അത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് ദാറ്റ് ഡോക്യുമെന്റ്. അപ്പം അത് കാണിക്കാം. സോ ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സിന്റെ സൈഡ്. ഇനി ഈ സ്റ്റേജ് ഒരു റിയൽ കേസ് സ്റ്റഡി വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ എംപത്തൈസ്, ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ റിസർച്ച് ആൻഡ് ഒബ്സർവ് ആണ്. ഇതിൽ യൂസേഴ്സ് നീഡ്സ്, ഇന്റർവ്യൂ സർവേസ്, കോമ്പറ്റീറ്റർ അനാലിസിസ്, യൂസർ ഒബ്സർവേഷൻ എന്നുള്ള മെത്തേഡ്സ് ഉണ്ടാകുക. ആൻഡ് അഗെയിൻ ഇവിടെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു സാധനം കൂടിയുണ്ട്, ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് കോമ്പറ്റീറ്റർ അനാലിസിസ്. കോമ്പറ്റീറ്റർ അനാലിസിസ് നിങ്ങൾ നോഷനിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. സോ വൺ ഓഫ് ദി ഈസി വേ ടു ക്രിയേറ്റ് എ ടേബിൾ ഈസ് ദാറ്റ് ആസ്ക് ChatGPT ടു മേക്ക് എ ടേബിൾ. നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് വേണ്ടത്, എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ നോഷൻ ഇറ്റ് സെൽഫ് വിൽ ക്രിയേറ്റ് യു എ ടേബിൾ. നോഷനിലേക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ടേബിൾ ആക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ഉണ്ട്. സോ ആ ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ വാട്ട് ഈസ് കോമ്പറ്റീറ്റർ അനാലിസിസ്. കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം, ദർ മൈറ്റ് ബി അതർ കമ്പനീസ് ഓർ അതർ പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി സോൾവ് ദിസ് പ്രോബ്ലം. ഓരെന്തൊക്കെയാണ് ചെയ്തത്, ഓരെങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്തത്, ഓരെല്ലാ ഫീച്ചേഴ്സും നോക്കുക എന്നുള്ളതാണ് കോമ്പറ്റീറ്റർ അനാലിസിസിൽ വരിക. ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു ചോദിച്ചാൽ, ഇത് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ആൻഡ് വാട്ട് ഇറ്റ് ഈസ് റിയലി ടു സോൾവ് എ പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിന്റെ ഏറ്റവും രസമുള്ള പാർട്ട് എന്ന് വെച്ചാൽ, ഈ കോമ്പറ്റീറ്റർ അനാലിസിസ് നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോടികൾ വില വരുന്ന ഇൻസൈറ്റ്സ് ആണ്. Why did I use that statement? കോടികൾ വില വരുന്നത് ബിക്കോസ് ഈ ടീം, അതായത് ഹൂവർ ഈസ് ആർ കോമ്പറ്റീറ്റർ, ഇവര് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസ് മാർക്കറ്റിങ്ങിനും റിസർച്ചിനും ബിൽഡിങ്ങിനും വേണ്ടി കുറെ പൈസ ചെലവാക്കിയിട്ടാണ് ദേ ഹാവ് മെയ്ഡ് എ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഒരു അടിപൊളി സാധനം. ഇറ്റ് ക്യാൻ ബി എനി സർവീസ് ഓർ എ പ്രോഡക്റ്റ്. അതിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് റിയൽ വേൾഡിൽ ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയ പ്രോഡക്ട്സിനെയാണ് നമ്മൾ വീണ്ടും പഠിക്കാൻ എടുക്കുന്നത്. വിച്ച് ഈസ് ആക്ച്വലി നമുക്ക് കൃത്യമായിട്ട് എന്താണ് റിയൽ പ്രോബ്ലം, ആ റിയൽ പ്രോബ്ലം എങ്ങനെയാണ് ആളുകൾ റിയൽ ആയിട്ട് സോൾവ് ചെയ്യുന്നത്, ആ പ്രോബ്ലം സോൾവ് ചെയ്ത മെത്തേഡ്സ് മനസ്സിലാക്കാൻ ദിസ് ഈസ് ദ ബെസ്റ്റ് വേ. കോമ്പറ്റീറ്റർ അനാലിസിസ് ഞാൻ പല UX ഡിസൈനേഴ്സും ദേ വിൽ ഡു ജസ്റ്റ് ഫോർ എ സേക്ക് ഓഫ് നെയിം ഓർ ലൈക്ക് എന്തെങ്കിലും they'll just do it and just ഫീച്ചർ അനാലിസിസ് മാത്രമൊക്കെ നടത്തിയിട്ട് പോകും. ദ ബെസ്റ്റ് വേ ഇസ് ടു ഗോ ഡീപ്പ്. ആ ആപ്പ് ഉപയോഗിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ഇറ്റ്. ആ ആപ്പിന്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സീ ദെയർ റിവ്യൂസ്, അതിന്റെ റിവ്യൂസ് നോക്കുക. സോ അവിടെ തന്നെ ഇറ്റ്സ് എ പ്ലേസ് വെയർ യു ഗെറ്റ് ഓൾ ദിസ് നൈസ് ഐഡിയാസ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ റിവ്യൂസ് എഴുതുന്ന സ്ഥലം ഇറ്റ്സ് ലൈക്ക് ജങ്ക്. ഈ CID സിനിമകളിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലൊക്കെ കാണുന്നില്ലേ, നമ്മള് വേസ്റ്റ് ബാസ്കറ്റ് എന്ന് എന്തെങ്കിലും ചെറിയ സാധനം കിട്ടും ആൻഡ് അത് ആ കേസിന് ഭയങ്കര നിർണായകമായ ഒരു എലമെന്റ് ആയിട്ട് മാറുന്നത്. സിമിലർ സാധനമാണ് വെൻ യു സീ ഇൻ ടു റിവ്യൂസ്. അവിടെ തന്നെ കുറെ ആളുകൾ ഉണ്ടല്ലോ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസും അതെങ്ങനെ സോൾവ് ചെയ്യാതൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ട് പോകും. ദേ കനോട്ട് ആക്ച്വലി ഡു ദാറ്റ്. പക്ഷെ വെറുതെ ഇതിങ്ങനെ സോൾവ് ചെയ്തൂടെ, അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി എൻ ഐഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഇറ്റ് സെൽഫ് പുട്ട്. അപ്പൊ അത് ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് മൊമെന്റ് ആണ്. അതുകൊണ്ട് ഫിൽട്ടർ ചെയ്യുക, വേസ്റ്റ് കമന്റുകൾ നോക്കുക, റീഡ് ബിറ്റ്വീൻ ഓൾ ദോസ് കമന്റ്സ്, യു വിൽ ഗെറ്റ് സംതിങ് നൈസ്. അത് കുറച്ച് ടൈം എടുക്കും, ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ തപ്പിയാൽ മാത്രമേ നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ. ലുക്ക് അറൌണ്ട് ഇന്റർനെറ്റ് അബൌട്ട് ദെയർ റിവ്യൂസ്. നിങ്ങൾ കോമ്പറ്റീറ്ററായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിന്റെ റിവ്യൂസ് നോക്കുക എന്ന് പറയുന്നത് നിർബന്ധം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഇനിയിപ്പോ ഞാൻ ഈ UX ഡിസൈൻ പ്ലസ് സൈക്കോളജി കോഴ്സ് കൊണ്ട് നിങ്ങളൊരു UI/UX ഡിസൈനർ ആയിട്ട് മാറുക എന്നുള്ളതിനേക്കാൾ ഉപരി യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഇൻ ടു ദാറ്റ്. പക്ഷെ അതിന്റെ ടോപ്പിലുള്ളത് ഈ പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാ ഏരിയയിലേക്കും ഉപയോഗിക്കാം. സോ എനി ഏരിയ യു ക്യാൻ ആക്ച്വലി പുട്ട് ഇറ്റ്. സോ ലെറ്റ്സ് സേ നിങ്ങളൊരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങാൻ പോവാണ്, ഓർ യു ആർ സ്റ്റാർട്ടിങ് എ സ്മോൾ സ്കെയിൽ ബിസിനസ്, ഓർ യു ആർ ട്രൈങ് ടു ബിൽഡ് എ പ്രോഡക്റ്റ്. എന്ത് ഏരിയയിലേക്ക് പോവുകയാണെങ്കിലും ഈ പ്രോസസ്സ് ചെയ്താൽ, ഈ പ്രോസസ്സ് കൂടെ ഫിൽട്ടർ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ റിഫൈൻഡ് വേർഷൻ. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് റിയൽ ലൈഫിൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ മെത്തേഡ് ഇതാണ് ഫോർ നൗ. And you might see in around internet, there are lots of discussions going on, like design thinking illade they have built products ഒക്കെ പറഞ്ഞിട്ട് even TED Talks ഒക്കെ ഉണ്ട്. അത് ഈ TED Talk ചെയ്യുന്ന ചെങ്ങായി ആദ്യം ഉപയോഗിച്ച് കുറെ സാധനങ്ങൾ ഐഡിയേഷനൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഹീസ് ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു ദെയർ. സോ അങ്ങനത്തെ TED Talks ഒക്കെ കേൾക്കുമ്പോൾ യു മൈറ്റ്, അതിലും അയാൾ അവസാനം പറയുന്നുണ്ട് ഡിസൈൻ തിങ്കിങ് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് മനസ്സിലാവുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. Again, മറ്റത് പറയല്ലോ, know the rules then break it എന്ന് പറയുന്നത് പോലെ, അണ്ടർസ്റ്റാൻഡ് ദ തിങ് then you can understand നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത് എന്നുള്ളത്.
യൂസർ ഒബ്സർവേഷൻ, അത് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സൈക്കിളിൽ തിരിച്ചു വരുമ്പോൾ എടുക്കുന്ന സാധനമാണ് യൂസർ ഒബ്സർവേഷൻ. സോ ഇനി മെല്ലന നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് ഞാൻ ഡിഫൈനും കൂടി ജസ്റ്റ് പറയാം. ക്ലിയർലി ഡിഫൈൻ വാട്ട് നീഡ് സോൾവിങ്. സിമ്പിൾ ആയിട്ട് നിങ്ങളെ പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്യുക, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. സോ യു ജസ്റ്റ് ഫോക്കസ് ഓൺ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ യൂസർ റിസർച്ച്. സോ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം, ഫസ്റ്റ് നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. യു ആർ ജസ്റ്റ് ട്രൈങ് ടു സോൾവ് എ പ്രോബ്ലം. അതാണ് നമ്മളെ ഫിഗ്ജാമിൽ ആഡ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ യൂസർ റിസർച്ച്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയാസ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ആ പ്രോബ്ലത്തിന്റെ ഇൻഡെപ്ത് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇനി ആ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈസ് മോർ സ്ട്രോങ്. അപ്പൊ മേക്ക് ഷുവർ യു ഡു ദാറ്റ് പ്രോപ്പർലി. അത് കൃത്യമായിട്ട് ചെയ്യണം. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഐഡിയേഷൻ സ്റ്റേജ്, ഫൈനലി ബ്രെയിൻ സ്റ്റോമിംഗ്, മൈൻഡ് മാപ്പിംഗ്, സ്കെച്ചിങ് ഐഡിയാസ്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾക്ക് ഒരു റഫ് ബുക്ക് എടുത്തിട്ട് യു ക്യാൻ ജസ്റ്റ് സ്കെച്ച് യുവർ ഐഡിയാസ്. നിങ്ങൾക്ക് ആ ബേസിക് ജസ്റ്റ് നിങ്ങൾ ഐഡിയേഷൻ പരിപാടികളൊക്കെ ഒന്ന് വട്ടിട്ടോ അല്ലെങ്കിൽ ലൈക്ക് വാട്ട് എവർ യു ക്യാൻ ഡു. കുറച്ചൊക്കെ ഞാൻ ചില ഈ സിനിമാറ്റിക് ആവുന്നത് കൊണ്ട് ചില സാധനങ്ങളുണ്ട്. സോ കഴിഞ്ഞ സാരോ പറയുന്നത് ഈ എന്തെങ്കിലും എഴുതിയിട്ട് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി എറിയുമ്പോൾ കിട്ടുന്നൊരു ഫീലേ ഈ എഴുതുന്നവർക്ക്, അത് സിനിമയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. അവർക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ ആളുകൾ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ആക്ച്വലി ഹെൽപ്സ്. കാരണം നമ്മൾ ചിന്തിച്ച് വെച്ച കുറെ സാധനങ്ങളുണ്ട്, ദിസ് വിൽ വർക്ക് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ടെംപ്ലേറ്റ് പോകുമ്പോൾ ഇറ്റ് വിൽ സ്ട്രൈക്ക് ഫ്രം സംവെയർ. ഇപ്പോൾ യു സ്കെച്ച് ഇറ്റ്. സ്കെച്ചിങ് ഒരു ശരിക്കും അടിപൊളിയാണ്. സ്കെച്ചിങ് ഇസ് ജസ്റ്റ് ലൈക്ക് ബേസിക് ഷേപ്സ് മാത്രമേ സ്കെച്ചിങ്ങിൽ വരുള്ളൂ. യു ഡോണ്ട് ഹാവ് ടു നോ ഈച്ച് ആൻഡ് എവറി എലമെന്റ്. നോ, യു ജസ്റ്റ് പുട്ട് യുവർ ബേസിക്സ് ഷേപ്സ് എന്നിട്ട് ജസ്റ്റ് വരയ്ക്കുക. ബെസ്റ്റ് വേ ടു ഡു ദാറ്റ് ഇസ് ലൈക്ക് ഫിഗ്ജാം ഉണ്ടെങ്കിൽ ഫിഗ്ജാം തന്നെയാണ് ഏറ്റവും നല്ലത്. യു ക്യാൻ യൂസ് ബേസിക് ഷേപ്സ് എന്നിട്ട് അത് ചെയ്യാന്നുള്ളത്. പ്രോട്ടോടൈപ്പ് അഗെയിൻ വയർ ഫ്രെയിംസും ക്ലിക്കബിൾ ആയുള്ള സ്കെച്ചസ് ഒക്കെയാണ് നമ്മൾ റിയൽ ലൈഫിലേക്ക് ചെയ്യുമ്പോൾ ചെയ്യുക. നമുക്ക് മെല്ലനയുടെ എയർബിഎൻബിയുടെ കേസ് സ്റ്റഡി എടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഞാൻ ഈ ജസ്റ്റ് പ്രോസസ്, ഇതിന്റെ ഒരു റിയൽ ലൈഫ് പ്രോസസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് പറയാം. സോ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ എവ്രിബഡി ഡിഡ് യു ഗോട്ട് ലൈക്ക് എന്താ ഉദ്ദേശിച്ചത്, വാട്ട് ഈസ് എ റിയൽ, നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയ എല്ലാവർക്കും? ഓക്കെ. സോ എയർബിഎൻബി അറിയോ? എയർബിഎൻബി അറിയുന്നവരൊന്ന് കൈബന്ധിക്കുക. അറിയാത്തൊരു സ്മൈലി ഐശ്വര്യക്ക് അറിയാം. കരയുന്നൊരു സ്മൈലി ഇട്ടാൽ യു ക്യാൻ കീപ് ദിസ് സ്മൈലി ഇഫ് യു ഡോണ്ട് നോ എയർബിഎൻബി. ഞാനിപ്പെട്ട സ്മൈലി. ഫാത്തിമയ്ക്ക് അറിയാം. Is there anybody who don't know Airbnb? Airbnb കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗായത്രിക്ക് അറിയാം. ഓ, എവരിബഡി നോസ്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ജസ്റ്റ് പുട്ട് എ സ്മൈലി. ഓക്കെ. എൽസ്മേരിക്ക് അറിയില്ല, നോ പ്രോബ്ലം. അഞ്ജനയ്ക്ക് അറിയില്ല. ഓക്കെ, യെസ്. സോ യെസ്, Airbnb ഇതേപോലെ ഒരു ആപ്പ് ആയിരുന്നു. ആപ്പായിട്ടാണ് സ്റ്റാർട്ടഡ് ഇറ്റ് ആസ് വെബ്സൈറ്റ്. ഇതൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടിയാണ് Airbnb കേസ് സ്റ്റഡി ആക്കി എടുക്കാനുള്ള റീസണും അതായിരുന്നു. സോ വൺ ഓഫ് ദി ബിഗർ പ്രോബ്ലം, ഭയങ്കര ശരിക്കും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വന്നാൽ സക്സസ്ഫുൾ ആവുമോ, ഇത് ശരിക്കും വർക്ക് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു ബിസിനസ് മോഡലായിരുന്നു Airbnb-ൻ്റെത്. ആൻഡ് ദേ ഹാവ് ബീൻ സക്സസ്ഫുൾ ഓൾ ഓവർ ദീസ് ഇയേഴ്സ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ റൈറ്റ് കേസ് സ്റ്റഡി ടു ലേൺ. അപ്പൊ ഞാൻ ജസ്റ്റ് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ Airbnb എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Airbnb നമ്മളെ വീട്ടിൽ ഒരു എക്സ്ട്രാ റൂം ഉണ്ടെങ്കിൽ ആ റൂം ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് Airbnb. സോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 3 റൂംസ് ഉണ്ട്, 2 റൂമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. യു ആർ നോട്ട് യൂസിങ് ദി അതർ റൂം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ 3rd റൂം നിങ്ങൾക്ക് റെന്റിന് പുറത്തുള്ള ആളുകൾക്ക് ആരെങ്കിലും ലൈക്ക് ഗസ്റ്റിന്, സോ ഇറ്റ് ക്യാൻ ബി എനി ഗസ്റ്റ്, നിങ്ങൾക്ക് ഗസ്റ്റിന് വേണ്ടി ഹോസ്റ്റ് ചെയ്യാം, ജസ്റ്റ് ലൈക്ക് എ ഹോട്ടൽ. പക്ഷെ ഞാനും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് Airbnb ആണ്. ദിസ് ഇസ് നോട്ട് ലൈക്ക് ഭയങ്കര പൈസയൊന്നുമില്ല Airbnb. ഇറ്റ്സ് കുറച്ചും കൂടി ഓയോനേക്കാളിലൊക്കെ കുറച്ചും കൂടി വൃത്തിയാണ്. താമസിക്കുന്ന സമയത്ത് ഓയോ ഒരു ചെറിയ റൂം അല്ലേ കിട്ടുക, ഇത് കുറച്ചും കൂടി സൗകര്യമുള്ള റൂംസ് ആയിരിക്കും. പിന്നെ ആളുകളുടെ വീടായതുകൊണ്ട് തന്നെ വെൻ ദേ ആർ ഹോസ്റ്റിംഗ് ഇറ്റ്, അത് അത്യാവശ്യം നല്ല വൃത്തിയിലാണ്. സോ ഇഫ് യു ആർ റെഡി ടു സ്പെൻഡ് അറൌണ്ട് 2.5K ഒരു ഡേയിലേക്ക് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ യു വിൽ ഗെറ്റ് നൈസ് റൂംസ്. അപ്പൊ ഒരു നല്ല റൂമിന് ഒരു ഏവറേജ് നമ്മൾ ഓയോയിലാണെങ്കിൽ 800 ഒക്കെ സ്പെൻഡ് ചെയ്യണേ, ഇവിടെ ഒരു 1,200 ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് നൈസ് ഹോംസ്. ആളുകളുടെ വീടായിരിക്കും, ദേ വിൽ ബി റെന്റിങ് ഔട്ട് ദിയർ സ്പേസസ്. അപ്പൊ ഇതാണ് Airbnb.
കുറച്ചും കൂടി സേഫ് ആയിരിക്കും വെൻ യു ആർ സ്റ്റേയിങ്, ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിനേക്കാൾ സേഫ് ആയിരിക്കും ഒരു വീട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആൻഡ് കുറച്ചും കൂടി ഒരു ഹോംലി അപ്പിയറൻസും ഇതൊക്കെ കിട്ടും. അപ്പോൾ Airbnb സോൾവിങ് ദ ട്രസ്റ്റ് ഇഷ്യൂസ് ഓഫ് ഹോം റെന്റൽ. സോ വൺ ഓഫ് ദിയർ ബിഗസ്റ്റ് പ്രോബ്ലം വാസ്, നമ്മൾ ഈ ഗസ്റ്റ് വരുമല്ലോ വീട്ടിലേക്ക്, ഈ ഗസ്റ്റ് ആരാന്ന് നമുക്കറിയില്ല. ഇറ്റ് ക്യാൻ ബി എനിബഡി, ഇറ്റ് ക്യാൻ ബി എ സ്ട്രേഞ്ചർ. വാട്ട് ഇഫ് ദിസ് ഗായ് കിൽഡ് യു ആൻഡ് ടേക്ക് ഓൾ യുവർ മണി? നിങ്ങളെ വീട് ഫുൾ ലൂട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു ഗസ്റ്റ് ആണെങ്കിലോ, ഹൗ വിൽ യു നോ? ദിസ് ഈസ് എ ബിഗർ പ്രോബ്ലം. ഇതില് യൂസേഴ്സിന്റെ കൺസേൺ എന്ന് പറയുന്നത് ട്രാവലേഴ്സ് ഡിഡ് നോട്ട്, ഈവൻ ട്രാവലേഴ്സ് ആൾസോ ഹാവ് ദിസ് പ്രോബ്ലം. ഞാനിപ്പോ ഒരാൾ വീട്ടിൽ പോയി താമസിക്കുകയാണെങ്കിൽ ഇതേപോലെ തിരിച്ച് എന്നെ ആക്രമിക്കൂല, അല്ലെങ്കിൽ വാട്ട് ഇഫ് ദേ ട്രൈ ടു സ്നാച്ച്, അതും നമുക്ക് പോസിബിൾ അല്ല. വി കനോട്ട്, ദാറ്റ് വാസ് ദ ഫസ്റ്റ് പ്രോബ്ലം. പീപ്പിൾ വെർ നോട്ട് റെഡി ടു സ്റ്റേ ഇൻ സംബഡീസ് പ്ലേസ്. കാരണം വാട്ട് ഇഫ് ദേ ആർ അറ്റാക്ഡ്, ഓർ വാട്ട് ഇഫ് ദേ ആർ ദേ മൈറ്റ് ബി ലൂട്ടഡ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. That is from traveler side. Low quality, unclear listing photos made homes look unappealing. So Airbnb തുടങ്ങിയ സമയത്ത് there were only few users. ചില അധികം ആളുകൾക്കും ഈ വീട് ഒരു Airbnb നോക്കും, പക്ഷേ they will not like the place, എന്നിട്ട് they will just leave it because it is not looking good, it is unappealing. Hosts were concerned about who would be staying at their place. Similarly, നമ്മളാണ് നമ്മളെ വീട് കൊടുക്കുന്നത് വെച്ചാൽ ആരാ വീട്ടിലേക്ക് വരുന്നതെന്ന് അറിയില്ല. സോ Airbnb എന്ത് ചെയ്തു വെച്ചാൽ ഇന്റർവ്യൂ ചെയ്തു, ട്രാവലേഴ്സിനെ ഹോസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്തു. ദിസ് ഈസ് ദ സ്റ്റേജ് ഓഫ് എംപത്തൈസിങ്. ഇവിടെ കൃത്യമായിട്ട് എംപത്തൈസ് ചെയ്യാൻ വേണ്ടി they have been asked questions to both users and travelers. അതിനുശേഷം they defined framing the core problem. See, ഇങ്ങനെയാണ് core problem ഒരു ഫ്രെയിം ചെയ്തത്. How might we build trust between guest and host so that more people feel comfortable booking stays? ഇത് കണ്ടോ, ഭയങ്കര ക്രിസ്പാ. നമ്മളിപ്പം പറഞ്ഞ അത്രയും പ്രശ്നങ്ങളില്ലേ, they just put it in one line. ഈ one line statement ആണ് is what I'm expecting from you. ഇത് ഭയങ്കര സിമ്പിൾ ആണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സിമ്പിൾ. മേ ബി നിങ്ങൾക്ക് ആ ഒരു സാധനത്തിലേക്ക് കയറി കിട്ടാൻ ടൈം എടുക്കും. ഈവൻ ഐ എം നോട്ട് ടെല്ലിങ് യു നിങ്ങളൊരു one statement problem വേണ്ട. You can actually use 2 to 3 lines. Maximum അത്രേ ചെയ്യാവൂ. Don't go far beyond that. So how might we build trust between guest and host? ഭയങ്കര സിമ്പിളാ. ഗസ്റ്റ് ഹോസ്റ്റ് തമ്മിലുള്ള, അല്ലെങ്കിൽ ഹോസ്റ്റും ഗസ്റ്റും തമ്മിലുള്ള, so that people feel more comfortable booking stays. ആളുകൾക്ക് സ്റ്റേ ബുക്ക് ചെയ്യാൻ they will be feeling comfortable. So ഇതിന്റെ ഐഡിയേഷൻ സ്റ്റേജിൽ നമ്മൾ എംപത്തൈസിങ് പാർട്ടിൽ they have been taking information from people. അതിനുശേഷം they have came up with some ideation part, brainstorming. ആദ്യം നമ്മൾ ഈ ഫോട്ടോന്റെ ഒരു പ്രശ്നം പറഞ്ഞു. അവിടെ what they have done is professional photos of listing improve credibility. ഇവരെന്ത് ചെയ്തു, കുറച്ച് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ ഹയർ ചെയ്തിട്ട് they assigned to go and take photographs of these guest houses. ആരൊക്കെയാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അവരുടെ വീട്ടിലെ സ്ഥലത്തിന്റെ നല്ല വൃത്തിയുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ ഹയർ ചെയ്തു. ഹോസ്റ്റ് പ്രൊഫൈൽസ് ആൻഡ് റിവ്യൂ സോ ഗസ്റ്റ് കുഡ് സീ ട്രസ്റ്റ്വർത്തി ആൻഡ് ഫീഡ്ബാക്ക്. അതായത് ഹോസ്റ്റിന്റെ പ്രൊഫൈൽ Airbnb നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചാൽ അറിയാം, Airbnb ഹോസ്റ്റിന്റെയും ഗസ്റ്റിന്റെയും പ്രൊഫൈൽസ് അത് ഭയങ്കര അടിപൊളിയാണ്. സോ ഗസ്റ്റ് ടോക്ക് അബൌട്ട് ദിയർ പാഷൻസ്, ഒരു ഫ്രീ ടൈമിൽ എന്താ ചെയ്യാം, വാട്ട് ദേ ഡു, ഒരു വാട്ട് ആർ ദേ പ്രൊഫഷണലി, what they like, or pets undo. They talk anything and everything that is related to their personal life. ഭയങ്കര ഫൺ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ പറയാം. ഇറ്റ്സ് മോർ ലൈക്ക് എ പേഴ്സണലൈസ്ഡ് വേ ഓഫ് എക്സ്പ്രസിങ്. ഇവിടെ ഈവൻ അതായത് ഹോസ്റ്റിന് ഗസ്റ്റിന്റെ പ്രൊഫൈലിലും റിവ്യൂ കൊടുക്കാം, ഗസ്റ്റിന് ഹോസ്റ്റിനും. സോ നമ്മളിപ്പോ ഓയോ പോയി കഴിഞ്ഞാൽ ഓയോക്ക് മാത്രം റിവ്യൂ കൊടുക്കാൻ പറ്റും. ദേ കനോട്ട് റിവ്യൂ അസ്. നമ്മളിപ്പോ അവിടുത്തെ റൂമിൽ എന്തെങ്കിലും ഒരു സാധനം ഒരാൾ അടിച്ചു പൊട്ടിച്ചു, ഏതെങ്കിലും ഒരു ഗസ്റ്റ് അടിച്ചു പൊട്ടിച്ചു, ദേ കനോട്ട് റിവ്യൂ സേയിങ് ദാറ്റ് ദിസ് ഗസ്റ്റ് ഈസ് ബാഡ്, ഹി വിൽ ബി ബ്രേക്കിംഗ് യുവർ ഐറ്റംസ്. അത് നടക്കൂല. പക്ഷെ ഇവിടെ ദേ ഹാവ് സോൾവ് ദാറ്റ് പ്രോബ്ലം വേർ ഗസ്റ്റിനെയും റിവ്യൂ പ്രൊഫൈൽസ് ഉണ്ട്. ഗസ്റ്റ് വിൽ ബി ആക്ച്വലി ബീങ് റിവ്യൂഡ്. വാരിഫൈഡ് IDs ഫോർ ബോത്ത് ഗസ്റ്റ് ആൻഡ് ഹോസ്റ്റ് റെഡ്യൂസ് റിസ്ക്. അപ്പൊ ഇവരെ അടുത്തുനിന്നുള്ള പ്രോപ്പർ ID കാർഡ്സ് കളക്ട് ചെയ്യാന്നുള്ളത് അത് ദാറ്റ് വിൽ ബി ഡൺ ഫ്രം Airbnb സൈഡ്. സോ ഇതിന്റെ പ്രോട്ടോടൈപ്പില് ഇത്രയായിരുന്നു സൊല്യൂഷൻ. ദേ ഹാവ് പുട്ട് ദിസ് സൊല്യൂഷൻ ഇൻ റിയൽ ലൈഫ്, ഹയർഡ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ്സ് ടു ടേക്ക് ബെറ്റർ ഫോട്ടോസ്, ലിസ്റ്റിംഗ് ഇൻ ന്യൂയോർക്ക് as they were starting there. They launched a profile verification system and improved the rating system. ഒരു റേറ്റിംഗ് സിസ്റ്റം ഭയങ്കര അടിപൊളിയായിട്ട് ഇംപ്രൂവ് ചെയ്തു. They introduced insurance policies to reassure host. ഹോസ്റ്റിനെ അടിപൊളിയാക്കി കാണിക്കാൻ, അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ പാർട്ട് കാണിക്കുന്നത് കുറച്ചും കൂടി ഹോസ്റ്റിന്റെ പാർട്ടിൽ നിന്ന്
ഒരു ഇൻഷുറൻസ് പോളിസീസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്ന് വേർ ഇഫ് സംതിങ് ഈസ് ഹാപ്പനിങ് ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു ഐറ്റം ബ്രേക്ക് ആയി സംതിങ് ക്യാൻ ഹാപ്പൻ ഒരു shares or something is broken, they can claim insurance. So ഇതിന്റെ ടെസ്റ്റില് റിഫൈനിങ് ദ യൂസർ എക്സ്പീരിയൻസ് ഒരു ചെയ്തത് ലിസ്റ്റിംഗ് വിത്ത് പ്രൊഫഷണൽ ഫോട്ടോസ് ഗോട്ട് മോർ ബുക്കിംഗ് ദാൻ ദോസ് വിത്തൗട്ട്. സോ ഇവരിത് എങ്ങനെയാണ് വാരിഫൈ ചെയ്യുന്നത് നോക്കിയോ, അതായത് പ്രൊഫഷണലി ഫോട്ടോസ് കൊടുക്കാത്തതും കൊടുക്കുന്നതും തമ്മിലുള്ള ബുക്കിംഗ് ചേഞ്ചസ് നോക്കി. അതായത് ഫോട്ടോസ് കൊടുത്തതിന് മോർ ബുക്കിംഗ് വന്നു. ആഫ്റ്റർ ദാറ്റ് they made it compulsory for everyone to put professional photos. Trust increased, leading to higher customer engagement. അത്രയും കാലമില്ലാത്ത കസ്റ്റമർ എൻഗേജ്മെന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നു. Airbnb's revenue tripled within months, making it global success. ഇപ്പൊ കണ്ടോ, ഒരു ചെറിയ യൂസർ റിസർച്ച് ചെയ്ത സമയത്ത് വിത്തിൻ മന്ത്സ്, മാസങ്ങൾ കൊണ്ട് അതൊരു നാഷണൽ സക്സസ് മാറി ഗ്ലോബൽ സക്സസിലേക്ക് പോയി വിത്തിൻ മന്ത്സ്. സോ that is the power of user research. It's not power of user research അല്ല, it's power of research. നിങ്ങൾ ഇതാണ് റിസർച്ചിന്റെ പവർ. ആൻഡ് ഐ ഫീൽ സാഡ് ലൈക്ക് എത്ര ആളുകൾ റിസർച്ച് ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ ക്ലാസ് നോക്കുകയാണെങ്കിൽ ആകെ റിസർച്ച് ലൈക്ക് ഹുദ മാത്രമാണ് ആകെ റിസർച്ചേഴ്സ്. ലൈക്ക് ഇഫ് 10 people are out there, അതിൽ ഒരാളാണ് റിസർച്ച് ഏരിയയിലേക്ക് മോർ ഇൻറ്റൻഡഡ് ആൻഡ് ദേ ആർ ഇൻ ടു റിസർച്ച്, ലവിങ് റിസർച്ച് ആൻഡ് ഡൂയിങ് ഇറ്റ്. ഇത് പ്രോപ്പർലി ഇത് എല്ലാവർക്കും വേണ്ട ബിഹേവിയറാണ്. ഞാനിപ്പോ വീട്ടിൽ മക്കളോട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സാധനം, ഒരു പീഡിയ പോയി ഒരു 10 രൂപയുടെ പെന്ന് വാങ്ങുകയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു 4 പെന്ന് ചോദിച്ചിട്ട് ആ 10 രൂപയ്ക്ക് കിട്ടാവുന്ന 4 പെന്ന് ഏതൊക്കെയാ നോക്കിയിട്ട് അവർക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. ആ 4 പെന്നിൽ ജെൽ പെന്നാണ് അവർക്ക് വേണ്ടത്, നീല കളറാണ്. സോ അത് 10 രൂപ റെനോൾഡ്സ് മതിയെങ്കിൽ റെനോൾഡ്സ് മതി. ആ 4നെയും കമ്പയർ ചെയ്തിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ദേ ആർ ബൈങ് ഇറ്റ്. സോ അതൊരു സിമ്പിൾ സാധനം, അതും റിസർച്ച് തന്നെയാണ്. യു ആസ്കിംഗ് ദ പേഴ്സൺ, ഷോപ്പിലെ ആളോട് ചോദിക്കുക ഇതിലേതാ ജെല്ല് അല്ലെങ്കിൽ ഇതിലേതാ കൂടുതൽ കാലം കിട്ടുക. ഇഫ് യു വാണ്ട് ഇറ്റ് മോർ ടൈം, കുറെ കാലം കിട്ടണം, കുറെ നിൽക്കണം എന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ കൂടുതൽ റിലയബിൾ ആയ സാധനം. സോ ഇതൊരു ബേസിക് സിമ്പിൾ സാധനം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഓൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള പാട്ട് പഠിക്കണം എന്ന് പറയാം, അപ്പൊ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് പാട്ടിനെ കുറിച്ച് പഠിക്കാൻ പറയും, വെറുതെ ഫണ്ണായിട്ട്. ദിസ് ഈസ് ബിൽഡിംഗ് ദാറ്റ് റിസർച്ച് ക്വാളിറ്റി ഇൻസൈഡ് കിഡ്സ്. സോ ഇത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ടെൽ യു എവറിബഡി, whoever is not into research അല്ലെങ്കിൽ റിസർച്ചിനെ കുറിച്ച് അത്ര ചിന്തിക്കാത്തവരാണെങ്കിൽ think about it. It's a really nice place. അത് നിങ്ങൾ ഏത് ഏരിയയിലേക്ക് പോവാണെങ്കിലും എങ്ങോട്ട് പോവാണെങ്കിലും it will actually help you. അത് മാത്രം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുള്ളൂ. കാരണം it will make the data solid, it will make your choice right. അതാണ് സാധനം. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവാനുള്ള ചാൻസ് will go so high. ഇനി key takeaways from design thinking approach. Empathy is key. I'll put it in this. Empathy is key. അണ്ടർസ്റ്റാൻഡിങ് റിയൽ യൂസർ കൺസേൺ ബിഫോർ ഡിസൈനിങ്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്റർവ്യൂ ചെയ്യണം. പ്രോപ്പർലി അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിയൽ ഫീഡ്ബാക്ക് ആക്ച്വലി മേക്ക് ഇറ്റ് സോളിഡ്. Airbnb ടെസ്റ്റഡ് ഇൻ മൾട്ടിപ്പിൾ ഐഡിയാസ് ബിഫോർ ഫൈൻഡിങ് ബെസ്റ്റ് അപ്രോച്ച്. നമ്മൾ നേരത്തെ കണ്ട ഐഡിയാസ് സോർട്ട് ചെയ്ത ഐഡിയാസ് ആട്ടോ. ഫൈനലി വന്ന ഐഡിയാസിന്റെ മുന്നേ ഒരു സിനിമയിൽ ക്ലൈമാക്സ് കാണിക്കുന്നതിന് മുന്നേ കാണിക്കുന്നത് പോലെ കാണിച്ചതാ. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ദേ മൈറ്റ് ഹാവ് ബീൻ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഐഡിയാസ്. അതേപോലെ ഈ Airbnb കുറെ പ്രാവശ്യം ഐഡിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫിക്കലി സെലക്ട് ചെയ്ത ഐഡിയാസിലേക്ക് വരുന്നത്. സോ ദിസ് ഹാവ് ബിൽഡഡ് ട്രസ്റ്റ് ബിൽഡിംഗ് ഫീച്ചേഴ്സ് ലൈക്ക് റിവ്യൂസ്, ID വെരിഫിക്കേഷൻ, ഇൻക്രീസ്ഡ് കോൺഫിഡൻസ് ഇൻ ദ പ്ലാറ്റ്ഫോം. ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വന്ന സാധനമാണ്. സോ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് Airbnb. അപ്പൊ ഇത്രയും സാധനം നിങ്ങൾക്ക് യുനോ ദിസ് ഈസ് an outcome of real user research. സോ നിങ്ങൾ യൂസർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ദിസ് മസ്റ്റ് ദാറ്റ് നിങ്ങൾ ഇത്രയും സാധനങ്ങൾ മനസ്സിലാക്കുക. ദിസ് ആക്ച്വലി വർക്ക്സ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു റിയൽ ലൈഫ് പരിപാടി എന്താന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ അതിന്റെ ഇടയ്ക്ക് Airbnb കാണാത്തവർക്കും Airbnbന്റെ കുറച്ച് ഒരു ബ്രേക്ക് ഡൗണും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ ലെറ്റ് മീ പുട്ട് ദിസ് ഹിയർ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇസ് മൈ സ്ക്രീൻ വിസിബിൾ? കാണുന്നില്ല? യെസ്. ഞാൻ ഇനി Airbnbന്റെ just take you through Airbnb. So ഇവരെ കുറച്ച് അടിപൊളി പരിപാടികളുണ്ട്. ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കിപ്പോ ഇവരെ റേറ്റിംഗ് സ്കെയിൽസ് ഭയങ്കര ഒരു കിടിലൻ റേറ്റിംഗ് സ്കെയിൽസ്. അപ്പൊ ഇതിൽ കയറിയിട്ട് നിങ്ങൾ ഒരു റൂമിന്റെ റേറ്റിംഗ് സ്കെയിൽ നോക്കിയോളെ. ഇറ്റ് വിൽ ബി സോ പ്രിസൈസ് സെയിങ് 4.92. ഇത് ഓരോരു അപ്പാർട്ട്മെന്റ്സ് ഹോസ്റ്റ് ചെയ്തതാണ്. See this rating option 4.92. അതായത് നിങ്ങൾ ഒരു 4 റിവ്യൂസ് അല്ലെ 4 റിവ്യൂസ് കാണിക്കുന്നതിന് ലെജിറ്റിമസി കുറവാണ്, അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്ട് കുറവാണ്. When I'm talking about crisp and clear,
ദാറ്റ് മേക്സ് മോർ ട്രസ്റ്റബിൾ. ഇനി അതേപോലെ ഇവർ ഉപയോഗിച്ച കുറച്ച് ഐക്കണോഗ്രഫി ശ്രദ്ധിച്ചു നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ഐക്കണോഗ്രഫിയാ. ഇറ്റ് ജസ്റ്റ് ഫീൽ സോ ഫ്രണ്ട്ലി. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഹോസ്റ്റഡ് ബൈ നാഥൻ. സോ നാഥനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ടു നാഥൻസ് പ്രൊഫൈൽ. സോ ഇതിൽ നമുക്ക് ഹൗസ് റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ ലെറ്റ്സ് സേ നമുക്ക് നാഥനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് നാഥൻ ചെയ്യുന്നത്? മൈ വർക്ക്, ദ ഹോൾ ഇൻ ദ വോൾ, വേർ ഐ വെന്റ് ടു സ്കൂൾ, ഏത് സ്കൂളിലാണ് പോയത്, ഫേവറേറ്റ് സോങ് ഇൻ സ്കൂൾ ആണോ. ഇത് ഭയങ്കര ഇത്. അതിനുശേഷം നാഥന്റെ കൂടെ താമസിച്ച് അവിടെ സ്റ്റേ ചെയ്ത ആളുകളുടെ റിവ്യൂ. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആസ്ക് നാഥൻ ആൻഡ് ലിൻ അബൌട്ട് ഓൾക്ക് ആനിമൽസിന് ഇഷ്ടമാണ്, ദേ ലൈക്ക് ബോക്സിംഗ്, യു ക്യാൻ ടോക്ക് അബൌട്ട് ഫുഡി, കിക്ക് ബോക്സിംഗ്, ലൈവ് മ്യൂസിക്, പ്ലേയിങ് മ്യൂസിക്, റെസ്ലിംഗ്. സോ നാഥന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് ആക്ച്വലി സംതിങ് that makes the product really powerful when you are making the reviews real. ഇത് നേരത്തെ നമ്മൾ ഇതിന്റെ ഒരു ശരിക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ ചോദിക്കും എത്ര രൂപയായി ഇതിന് ഒരു മൊബൈലിന് എത്ര രൂപയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് യു ആർ സെയിങ് 5,000 എന്ന് പറയുന്നതിനേക്കാൾ ട്രസ്റ്റ് വർത്തി ഇഫ് യു സേ 4,789 അല്ലെ 5,032 എന്ന് പറയുമ്പോൾ when you make the number into a way കുറച്ചും കൂടി ഇറഗുലർ ആയിട്ടുള്ള വേയിൽ നിങ്ങളത് കീപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് മേക്കിംഗ് ഇറ്റ് റിലയബിൾ. അത് സത്യമാണ്, അത് ശരിയാണ് എന്നുള്ള സാധനം വിശ്വസിക്കും. സോ ഇത് ഈ സെയിം ടെക്നോളജി അല്ലെങ്കിൽ ഈ സെയിം സൈക്കോളജി ദേ ഹാവ് ബീൻ അപ്ലൈഡ് ഇൻ റിവ്യൂയിങ് 4.92. 4.9 കൊടുത്താൽ പോരെ, 4.92 എന്ന് കൊടുക്കുമ്പോഴാണ് അതിന്റെ റിലയബിലിറ്റി കൂടുന്നത്. സോ ദേ ഹാവ് ബീൻ ഐഡിയേറ്റിംഗ് മൾട്ടിപ്പിൾ ഐഡിയാസ് ഇൻസൈഡ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇന്ന് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന വൺ ഓഫ് ദി ടോപ്പ് കമ്പനീസ്. They are actually hosting services also. So നിങ്ങൾ എവിടെയെങ്കിലും പോവാണ്, if you want to get a massage അല്ലെങ്കിൽ if you want to learn pottery or something people will be hosting in their area. അപ്പോൾ എനിക്ക് ഇവിടെ ഹോസ്റ്റ് ചെയ്യാം, ഞാനൊരു UX റിയൽ ലൈഫ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ബിൽഡിംഗ് UX in pots എന്ന് പറഞ്ഞൊരു ക്ലാസ് ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ if some guest is coming from some other country into Calicut ഒരിക്കൽ ഈ പരിപാടിക്കും വരാം. So there are multiple ideas. They are actually figuring it out. ഇപ്പോൾ ഒരു സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹോസ്റ്റ്, അതായത് സ്ഥലം, അതായത് they'll be selling their place to other guests. അപ്പോൾ ഇതാണ് about Airbnb. അപ്പം this is about today's class. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഐഡിയേഷൻ കഴിയണം. Is there any doubt or anything you want to talk about? സർ കഴിഞ്ഞ ക്ലാസ്സിലെ യൂസർ പെർസോണ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. യൂസർ പെർസോണ ഫിനിഷ് ചെയ്തില്ലല്ലേ? ഓക്കെ, ഞാൻ അത് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞു എന്നുള്ള ഓർമ്മയിലാണ്. സോ യൂസർ പെർസോണ, താങ്ക് യു സുധ. സോ യൂസർ പെർസോണ അതെല്ലാവരും ക്രിയേറ്റ് ചെയ്യണം. സോ രണ്ടോ അതിൽ രണ്ട് യൂസർ പെർസോണ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ യൂസർ പെർസോണ ഇസ് എ ഫിക്ഷണൽ ക്യാരക്ടർ. ഒന്നുമില്ല, യു ജസ്റ്റ് പുട്ട് എ പേഴ്സൺസ് ഇമേജ് ആൻഡ് അയാൾക്ക് പേരിടുന്നു, പുട്ടിങ് ഹിസ് ഏജ്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്ത റിസർച്ചിലുള്ള കുറെ പെയിൻ പോയിന്റ്സ് ആൻഡ് ചലഞ്ചസ് ഇല്ലേ, അത് അയാളുടെ അണ്ടറിലേക്ക് ഇടാം. രാഹുലിന് ഒരു ഇമേജ് കൊടുക്കുന്നു. രാഹുൽ 32 year old സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. രാഹുലിന് സോ കമ്മിങ് ടു നീമാസ് പ്രോബ്ലം. സോ നീമ സെയിങ് so Rahul daily office പോകുന്നു. He's a software engineer but he want to build a habit of meditation. So his main pain point is that there is no app to track his daily progress. അല്ലെങ്കിൽ ഇയാൾ ഒന്ന് ലാഗ് ആവുക, ഒന്ന് മൂഡ് ഓഫ് ആവുക ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇങ്ങനെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് സംതിങ്, ദർ ഇസ് എ ഗ്രേറ്റർ ഗുഡ് എന്ന് പറയുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് പോകാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഇല്ല. സോ അവിടെയാണ് നീമന്റെ ഐഡിയ ആക്ച്വലി വർക്ക്സ്. So understanding the person and sending him the right notification that he needs. So these are pain points. You talk needs, emotions and pain points. Emotions പറഞ്ഞാൽ he's feeling frustrated or he's feeling sad, he's feeling happy. എന്താണോ ആൾ go through in the emotions ഈ problem കൊണ്ട്. Next will be need. ആൾക്ക് എന്താണ് വേണ്ടത്. So needs are he need a proper app which will be tracking his habits. That will be need. And challenges. So challenge എന്താണെന്നുള്ളത് there is no app. So എന്താണോ നീഡ്, ആ നീഡിന്റെ ഈക്വൽ ആയിട്ടായിരിക്കും ചലഞ്ച് വരിക. So there is no proper app. യൂസ് ചെയ്ത ആപ്പുകൾക്കൊക്കെ തന്നെ ഇറ്റ്സ് നോട്ട് ഗുഡ് യൂസർ എക്സ്പീരിയൻസ് ഇല്ല, or the UI is not that great. അപ്പൊ ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് will be stuffed there in challenges. So മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. I'll be repeating it again. Needs, emotions and challenges. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു യൂസർ പേഴ്സണൽ ക്രിയേറ്റ് ചെയ്യുക.
ഞാൻ ഒരു എക്സാമ്പിളും കൂടി പറയാം. സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലെ ഒരു ഡെലിവറി ആപ്പിന് 2 യൂസർ പെർസോണാസ് ക്രിയേറ്റ് ചെയ്യാം. വൺ വിൽ ബി എ പേഴ്സൺ ഹു ഓർഡേഴ്സ് ഫുഡ്. അതായത് ഞാൻ ദിവസം ഫുഡ് ഓർഡർ ചെയ്യുന്ന ആളാണ്. വൺ പേഴ്സൺ വിൽ ബി അശ്വിൻ, ദിവസം ജോലിക്ക് പോയി വന്ന് കുക്ക് ചെയ്യാൻ ടൈമില്ല, സോ ഹീസ് ആക്ച്വലി ഓർഡറിംഗ്. You put it in way. The other user persona will be a person who will be a delivery boy. That is, that is also a user of Swiggy. So person 2 will be a person who want to earn some money as pocket money, who will be taking delivery from one hotel and serving it to the users. In it, they'll be also getting paid. So they are actually solving 2 problems. Appo ingane 2 user personas create ചെയ്യാം. ഇനി ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് യൂസേഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ, ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഇല്ലെങ്കിൽ, ഒരേ ടൈപ്പ് ആണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് 2 യൂസേഴ്സ്. ജസ്റ്റ് 2 യൂസേഴ്സിനെ മാത്രം ക്രിയേറ്റ് ചെയ്യുക, വിച്ച് വിൽ ബി ഡിഫറെന്റ്. ഏജ് ഗ്രൂപ്പും മെൻഷൻ ചെയ്യണം. ഡെമോഗ്രാഫിക്സ്, ബേസിക് ഡെമോഗ്രാഫിക്സ് ഉണ്ടാവും. നെയിം, ഏജ്, വാട്ട് ദേ ഡു, ആ ഒരു സാധനം. സോ ഇത്രയും കാര്യങ്ങളാണ് യൂസർ പെർസോണയിൽ വേണ്ടത്. ആൻഡ് യൂസർ പെർസോണ യു ക്യാൻ ഐദർ ഡു ഇറ്റ് ഇൻ FigJam ഓർ Notion. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, യു ക്യാൻ ഡു ഇറ്റ് ഓവർ ദേർ. ഓക്കെ, ക്ലിയർ ആണോ? സോ എനിത്തിങ് എൽസ് ലാസ്റ്റ്? അതെ, ഈ നോഷനിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സാറിന് അയക്കണം. ഞാനത് റിവ്യൂ ചെയ്യും. നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഒരു റിവ്യൂ സെക്ഷൻ ഉണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കൃത്യമായിട്ട് റിവ്യൂ ചെയ്തിട്ട് അതിൽ കമന്റ്സ് ആയിട്ട് ആഡ് ചെയ്യും. സോ യു ഹാവ് ടു അപ്ഡേറ്റ് ഇറ്റ്. വേണ്ടതിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രം. അതെപ്പോഴുണ്ടാവുക ചോദിച്ചാൽ, റിവ്യൂ സെഷൻ വിൽ ബി നമുക്ക് ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ അതിന്റെ മുന്നേ ആയിരിക്കും. ഒരു ഓഗസ്റ്റ് 8 വിഷ്വൽ ഡിസൈൻ, ഒരു ഇമോഷണൽ ഇമ്പാക്ട്, ആ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ബി ഡൂയിങ് എ റിവ്യൂ. അന്ന് തന്നെ ഒരു റിവ്യൂ സെഷൻ വെച്ചിട്ട് വി ക്യാൻ റിവ്യൂ ഇറ്റ്. പിന്നെ സാർ, ഈ ഐഡിയാസ് സാർ അപ്രൂവ് ചെയ്തിട്ടേ നമുക്കിത് ചെയ്യാൻ പാടുള്ളൂ? അല്ല, അങ്ങനെയല്ല. സോ ഐഡിയാസ്, ചില സാധനങ്ങൾ, ചില ബാച്ചസിൽ പ്രശ്നം എന്താ വെച്ചാൽ, ചില ഐഡിയാസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. ബിക്കോസ് യു നീഡ് സോ മച്ച് ഓഫ് മണി അല്ലെങ്കിൽ സോ മച്ച് ഓഫ് പീപ്പിൾ. അപ്പൊ അതുകൊണ്ട് ചില ഐഡിയാസ് ചിലപ്പോൾ ലിമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഐഡിയാസ് കൊടുക്കും. സോ അത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് പ്രോസസ്സിൽ മാത്രമേ ഐ ബി ജസ്റ്റ് ടേക്കിംഗ് യുവർ ഹാൻഡ്സ് ആൻഡ് ജസ്റ്റ് വാക്കിംഗ് ത്രൂ യു. ഫസ്റ്റ് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സംഭവം അടിപൊളി പരിപാടിയാണ്. സോ ബേസിക് പരിപാടി നിങ്ങൾക്ക് ജസ്റ്റ് ഐ വാക്ക് യു ത്രൂ, ദെൻ you can do it in anywhere. So yes, firstly ഞാൻ സർവേ ചെയ്തു ആൻഡ് നോഷനിലും ചെയ്തു. പക്ഷെ എന്റെ ഐഡിയ സാറ് കേട്ടിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല? ഓക്കെ, കുറച്ച് ലേറ്റ് ആയിരുന്നു. അതായത് ഈ സ്മാർട്ട് വാച്ചിലെ SOS ഫീച്ചർ അല്ലേ, അത് എമർജൻസി കോളുകളിലേക്കാ പോവാ, കോണ്ടാക്ട്സിലേക്ക്. അപ്പോ അതിന് പകരം നമ്മളുടെ ഒരു 200 മീറ്റർ ചുറ്റളവിലോ 500 മീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർക്കും കൂടെ പോകുന്നു. അതായത് അവിടെ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഒരു 2, 3, 4 വർഷം റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ചിലപ്പോ ഒരു ഹോട്ടലിൽ നടത്തുന്ന ആളായിരിക്കാം, അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ ഇതിന്റെ കൂടെ ഈ എമർജൻസി SOS പോവാ. അത് മാനുവൽ ആയിട്ടും പോവാം ആൻഡ് ഓട്ടോമാറ്റിക് ആയിട്ടും പോവാം എന്നുള്ള രീതിയിലാ. ഓക്കെ, ഐഡിയ കൊള്ളാട്ടോ, ശരിക്കും നല്ല ഐഡിയ. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം ഒരു SOS എപ്പോഴും SOSന്റെ ലിമിറ്റേഷൻ ഇതാണ്. കാരണം അടുത്തുള്ള ആളുകളൊന്നും അറിയില്ല. നമ്മൾ ദൂരെയുള്ള ഫ്രണ്ട്സ് വരുമ്പോഴേ ചിലപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ദിസ് ഈസ് ഗുഡ്. പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഉണ്ടാകുന്ന ലിമിറ്റേഷൻസിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മിനിറ്റ്, അത് GPS വഴിയാ പോകുന്നത്. അപ്പോ നമ്മളുടെ ഇത് സ്മാർട്ട് വാച്ച് വേറൊരു ഫോണുമായിട്ട് പെയർ ചെയ്യണ്ട, ആപ്പുമായിട്ടൊന്നും പെയർ ചെയ്യണ്ട. ആൻഡ് ഇത് GPS ഓൺ ആയിട്ടുള്ള എല്ലാ ഇതിലും പോവാം. കാരണം ഇപ്പൊ സ്വിഗ്ഗി ഒക്കെ ഉള്ളതല്ല, ഇപ്പൊ എല്ലാരും GPS ഒക്കെ ഓൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഞാൻ സർവേ ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അതിനകത്ത് 5 ക്വാളിറ്റേറ്റീവും പിന്നെ 5 ക്വാണ്ടിറ്റേറ്റീവും 2 ക്വാളിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസാ ചോദിച്ചത്.
ക്വാളിറ്റേറ്റീവില് ആദ്യം ആൾക്കാർക്ക് ഇതിനോടുള്ള അഭിപ്രായം എന്താണെന്നും ചോദിച്ചു, പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോന്നും ചോദിച്ചു. അപ്പൊ ഫസ്റ്റത്തേല് ആൾക്കാർ പറഞ്ഞു എല്ലാം അടിപൊളിയാണ്, പിന്നെ എന്തൊക്കെയോ അങ്ങനെ എന്താ പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഒരാൾ പറഞ്ഞു എമു ആപ്പിൾ വാച്ചിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഐ സപ്പോർട്ട് എമു ആപ്പിൾ വാച്ച് ആൻഡ് അത് എല്ലാവർക്കും കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ എമു? എമു ആപ്പിൾ വാച്ച് അമേരിക്കയിലുള്ളതാ. ഇതുപോലെ തന്നെ നമ്മളുടെ എമർജൻസി കോണ്ടാക്ട്സിന് പോകുന്നതിനൊപ്പം തന്നെ അവിടെ 911 ഇല്ലേ, ലോക്കൽ ഹെൽത്ത് സർവീസ്, അവർക്കും പോവും. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് നടക്കില്ല. ആൻഡ് ആൻഡ്രോയിഡ് ഫോൺസിലൊന്നും അതില്ല എന്നാണ് കേട്ടത്. ഇന്ത്യയിൽ പിന്നെ 911 ഇല്ലല്ലോ. അപ്പൊ നമ്മളുടെ പോലീസിന് പോകുന്ന ഒരു ആപ്പ് ഉണ്ട് ഇങ്ങനെ എമർജൻസി ആപ്പ്. ബട്ട് പോലീസിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ ദൂരെ, പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ദൂരെയാണെങ്കിൽ നമ്മുടെ ഒരു 200 മീറ്റർ ചുറ്റളവിലുള്ള ആർക്കെങ്കിലും ഇത് പോവുകയാണെങ്കിൽ. The idea and concept is ശരിക്കും ഗുഡ്. ഇത് നമുക്കൊരു കേസ് സ്റ്റഡി ആക്കിയിട്ട് പ്രസന്റ് ചെയ്യാം. മേ ബി ദിസ് വിൽ സീ ആൻ എൻഡ്. കാരണം ഇറ്റ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ. ചിലപ്പോൾ ആരെങ്കിലും ഈ SOS പരിപാടിയിൽ എങ്ങനെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇത് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ചെയ്യാം. സോ യു ഹാവ് ഡൺ ദ റിസർച്ച് പാർട്ട് ചെയ്തില്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗോ ഹെഡ്. ലൈക്ക് അല്ലെങ്കിൽ ഗോ ഹെഡ്. ഇത് നല്ല ഐഡിയ ആണ്. യെസ്, യു ക്യാൻ ഡു. ലാസ്റ്റ് ക്ലാസ് ചോദിച്ചില്ല, സംസാരിച്ചില്ല അല്ലേ? ഇല്ല, ഞാന് ഇച്ചിരി ലേറ്റ് ആയിട്ടാ കേറിയേ. അതാണ്. എൽസ്മേരി എനിക്ക് ഓർമ്മയുണ്ട്, അപ്പൊ പേരും ഓർമ്മയുണ്ട്. ലൈക്ക് അതുകൊണ്ട് ഞാൻ മിസ്സായത് എന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. സോ എനിവേ ദിസ് ഈസ് ഗുഡ്. പിന്നെ ഞാനിത് ആദ്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ഇത് വെച്ചാണ് തുടങ്ങിയത്. അപ്പോ ആദ്യം ഞാൻ മാനുവലിന് പകരം ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ അലേർട്ട് പോണ ഇതാണ് നോക്കിയത്, ഈ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നാൽ പോകുന്ന രീതിയിൽ. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും സാധാരണേക്കാളും. കാരണം നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്തെങ്കിലും ആസ്മ അറ്റാക്കോ അതുപോലെ ECG വേരിയേഷനോ അങ്ങനെയൊക്കെ വരുമ്പോൾ നെയ്ബർ ആയിട്ടുള്ള ഒരാൾക്ക് കൂടെ പോകുന്ന രീതിയിലായിരുന്നു. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയപ്പോഴാണ് ഞാനിപ്പോ പേഴ്സണലി ഓട്ടോമാറ്റിക്കിനാണ് ഇത് കൊടുത്തേക്കണേ. പക്ഷെ രണ്ടും സർവേ ചെയ്തപ്പോൾ രണ്ടും ഒരേപോലെയാണ് ഞാൻ ചോദിച്ചത്. മാനുവലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് സെക്യൂരിറ്റി ഇതിന് വേണ്ടി. അതായത് നമ്മളെ വല്ല ആൾക്കാരും നമ്മള് രാത്രി നടന്നു പോകുമ്പോ ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒക്കെ നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടുമല്ലോ. അപ്പോ ഇവര് ചോദിക്കും എന്താ പ്രശ്നം. അപ്പൊ നമ്മള് ആരെങ്കിലും ഓപ്ഷൻസ് വല്ലതും വരുവാണെങ്കിൽ ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നു അതുകൊണ്ട് ഇത് കൊടുക്കാം. അപ്പൊ നമ്മുടെ 200 മീറ്റർ ചുറ്റളവിലുള്ള 2-3 ആൾക്കാർക്ക് പോകുന്നു. ഒരാൾക്ക് പോവാണെങ്കിൽ നമുക്ക് ആളെ വിശ്വസിക്കാൻ പറ്റില്ല. റെസിഡന്റ് ആയിട്ടുള്ള 2-3 ആൾക്കാർക്ക് പോകുന്നു. അതിന്റെ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു എന്നൊക്കെയായിരുന്നു. ആപ്പിൾ വാച്ചിൽ ഇതിന്റെ ഒരു സിമിലർ ഫീച്ചർ ഉണ്ട്. നമ്മൾ എത്രയോ സ്പീഡിൽ വീഴുകയാണെങ്കിൽ, കൈയടിച്ചിട്ട് വീഴുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് SOS പോകുന്ന ഒരു പരിപാടി ഉണ്ട്. സോ ആക്സിഡന്റിലൊക്കെ പെടുകയാണെങ്കിൽ മാത്രല്ല ബാക്കിയെല്ലാം കൂടെ. അതെ. ദിസ് ഈസ് ഗുഡ്. നമുക്ക് ഐഡിയേഷൻ സ്റ്റേജിൽ ഇതിന്റെ പ്രോബ്ലം എങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, മാനുവലി നമുക്ക് അയക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളെ അറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം അതൊക്കെ ചിന്തിക്കാവുന്നതാണ്. യെസ്. ഓക്കെ. ഐഡിയേഷൻ തുടങ്ങിക്കോ. സോ നെക്സ്റ്റ് ക്ലാസ് എൽസിന്റെ ഇയർഫോണിലാണോ സംസാരിക്കുന്നത്? ഞാൻ ഹോസ്റ്റലിലാണ്. ഒരു നോയ്സ് വരുന്നുണ്ട് ഇയർഫോണിന്റെ പ്ലഗിന്റെ സംതിങ്. അതെ അതന്നെ. അപ്പോ എന്തായാലും ഇത് ഐഡിയേഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ. സോ ടു എവരിബഡി, നിങ്ങൾ എല്ലാവരും നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും ചെയ്തു തരിക. വാട്ട് ഓൾ ആർ ദി പോസിബിൾ സൊല്യൂഷൻസ്. അത് ഐഡിയ 1, ഐഡിയ 2, ഐഡിയ 3 എന്ന് പറഞ്ഞിട്ട് നോഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്ലാസ് നിങ്ങളെ ഐഡിയ പ്രസന്റേഷൻ ഉണ്ടാവും. ഐഡിയയിലായിരിക്കും നമ്മൾ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഐഡിയേഷൻ ആണ്. അതിൽ കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് വയർ ഫ്രെയിമിംഗ്, പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത് ആ ഏരിയയിലുള്ള ഇതിന്റെ ഫസ്റ്റ് ഫോർമാറ്റ് ഉണ്ടാക്കുന്നത്. ഒരു ബേസിക് സ്ട്രക്ചറിലെ ബേസിക് ടെംപ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കും. അതെങ്ങനെയാ ആ ക്ലാസ്സിലായിരിക്കും. ഞങ്ങൾക്ക് ഫിഗ്മയിലേക്ക് ഫസ്റ്റ് എൻട്രി, ഫിഗ്മയിലേക്ക് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് സാധനം കിട്ടും. അത് മതിയാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത് മാത്രം മതി. ഒരു ബേസിക് സാധനം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഒരു UI ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള സാധനം ഞാൻ അതിൽ ആ ക്ലാസ്സിൽ കിട്ടും. പിന്നെ ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു പ്രാക്ടീസ്. ഇത്രയാണ്. എന്തെങ്കിലും ഡൗട്ട്, എനിത്തിങ് ദാറ്റ് യു വോണ്ട് ടു നോ? ബാക്കി ആർക്കെങ്കിലും
സമയം കിട്ടുവാണെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറം അതൊന്ന് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താല് വേൾഡ് ഇതാണ്. ഇഫ് യു ജസ്റ്റ് കം ഇൻസൈഡ് ദ ഫ്യൂച്ചർ ഓഫ് ജോബ് റിപ്പോർട്ട്സ് 2025 2030 വരെയുള്ള റിപ്പോർട്ട്സ് ഇതിൽ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. സോ ദാറ്റ് PDF ഇതിൽ നിങ്ങൾക്ക് 2030 വരെ ഏതൊക്കെ ജോബ്സ് നിൽക്കും, ഏതൊക്കെ ജോബ്സ് ആണ് ഇനി ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത്, അതിൽ ഏതൊക്കെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ടിൽ 2030 വരെയാണ്. സോ ദിസ് ഇസ് എ ബിഗ് ബുക്ക്. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ട്രെൻഡും എല്ലാ സാധനങ്ങളും കാണാം. ഓരെങ്ങനെയാണ് ആ സർവേ നടത്തിയത്, ഓരോ ഏരിയയിൽ ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ. സോ ഇതാണ് ജോബ്സ് നശിച്ചു പോകുന്ന ജോബ്സ്. ഇത് ജോബ്സ് സ്റ്റേബിൾ ആയിട്ട്, അതായത് ഓൾറെഡി ഇപ്പോൾ ഉള്ള കുറെ ജോബ്സ് അതേപോലെ തന്നെ നിൽക്കും. സോ ഇത്രയും ജോബുകൾ എന്തായാലും നശിച്ചു പോകും. സോ സ്വാഭാവികമായിട്ടും ഏതൊരു റവല്യൂഷന്റെ ഇടയിലും കുറെ ജോബുകൾ നശിച്ചു, പുതിയ ജോബ് വരും. എന്നാൽ ഈ ജോബിനേക്കാൾ കൂടുതൽ ഇത്രയും പുതിയ ജോബ് വരുന്നുണ്ട്. സോ ആരും പേടിക്കണ്ട. വിൽ ബി ഓൾ ഹാവിംഗ് ജോബ്സ്, വിൽ ബി ഓൾ മേക്കിംഗ് മണി. സോ ഇതിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ജോബ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബിഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, ഫിൻടെക് എഞ്ചിനീയേഴ്സ്, AI ആൻഡ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ, സെക്യൂരിറ്റി മാനേജ്മെന്റ്, ഡാറ്റ വെയർ ഹൗസ്, ഓട്ടോണോമസ് ഇലക്ട്രിക് വെഹിക്കിൾ സ്പെഷ്യലിസ്റ്റ്, അത് നമ്മുടെ കാറ്. അതിന്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിക്കാണാം 6th or 7th പ്ലേസിലാണ് UI UX ഡിസൈനർ വരുന്നത്. സോ ഇത്രയും ഇതാണ് ഇതിന്റെ ഒരു ഓരോ ജോബ്സ്, ഏതൊക്കെ ജോബുകൾ നിലനിൽക്കും. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ജോബാണ് ഫാസ്റ്റസ്റ്റ് ഡിക്ലൈനിങ് ജോബ്സ് നോക്കാം. പോസ്റ്റൽ സർവീസ് ക്ലർക്സ്, ബാങ്ക് ടെല്ലേഴ്സ്. സോ ഈ ജോബുകൾ, ഡാറ്റ എൻട്രി. സോ ഡാറ്റ എൻട്രി ഓൾറെഡി പോയി, കാരണം ഒക്കെ സിമ്പിൾ ആയിട്ട് ഇറ്റ്സ് ഓൾറെഡി ടേക്കിംഗ് ഓവർ. സോ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ആൻഡ് ദിസ് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഒന്ന് വായിച്ചു നോക്കുക. ഇറ്റ്സ് നൈസ് ടു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. So yes. Oh, that's all for today's class. Yeah. One Thank you. quick question. Yes, I Neema. think Anjana asked a question in the chat. Add So interviews. last time user person kuda think feel action nu parna add cheyan parnayirunnu. So അത് ചെയ്യണോ or should we go with frustration, challenges, goal? Think feel action is like you have to add it. അതേപോലെ തന്നെ needs and emotion challenges ഇതും നിങ്ങൾക്ക് ആഡ് ചെയ്യും. സോ think feel action നമുക്ക് ശരിക്കും ഫിഗ് ജാമിലാണ് വരുന്നത്. ഞാൻ അത് ഫിഗ് ജാം കാണിച്ചത്, അത് അടുത്ത ക്ലാസ് കാണിച്ചു. think feel actions നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട, അത് ഞാൻ ഫിഗ് ജാമിൽ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് കാണിച്ചു തരാം. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് യൂസർ പേഴ്സണൽ നീഡ്സ്, ഇമോഷൻസ് ആൻഡ് ചാലഞ്ചസ് ഇത്രയും മൂന്നെണ്ണം ചെയ്താൽ മതി. Okay. Think feel action നമുക്ക് ഫിഗ് ജാമിൽ there is a template, so it will be more easy. കുറച്ചുകൂടി ഫിഗ് ജാം ആയിട്ടും ഇന്ററാക്ഷൻ നടക്കും. എനിക്ക് അഞ്ജന എന്തോന്ന് ചോദിച്ചു എന്ന് പറഞ്ഞത്, അത് അഞ്ജന ചോദിച്ചത്. I think അതാണ് അഞ്ജന ചോദിച്ചത്. ഓക്കെ. Could you explain how to add interview responses in Notion? So interview responses transcribe ചെയ്യുക, എന്നിട്ട് ഒരു പേജ് ആക്കിയിട്ട് you just keep one page inside, എന്നിട്ട് ആ ഇന്റർവ്യൂ റെസ്പോൺസ് കംപ്ലീറ്റ് ട്രാൻസ്ക്രൈബ് ചെയ്ത സാധനം അതിലേക്ക് ആഡ് ചെയ്യുക. അതിന്റെ താഴെ വേറൊരു പേജ് ഉണ്ടാക്കുക. ആ സെയിം ഡോക്യുമെന്റിലല്ല, അതിന്റെ പുറത്തുള്ള ഡോക്യുമെന്റിൽ അഗെയിൻ അതിൽ അനാലിസിസ്, അല്ലെങ്കിൽ ഒരു പേജിൽ അനാലിസിസ് ചെയ്യുക. അതിന്റെ ഏറ്റവും അടിയിൽ ഈ റെസ്പോൺസ് സേവ് ചെയ്താൽ ട്രാൻസ്ക്രൈബ് ചെയ്ത റെസ്പോൺസ്. സോ ഇതാണ് നോഷന്റെ വേറൊരു ഗുണം. സോ യു ഗെറ്റ് എവറിത്തിങ് ടു പ്ലേസ് ഇൻ വൺ പ്ലേസ്. തുടക്കത്തിൽ പറഞ്ഞു, പണ്ട് നമ്മൾ ഓരോ ഫോൾഡറിലാക്കി വെക്കുന്നതിന് പകരം ഈ ഒരൊറ്റ സാധനത്തിൽ നമുക്ക് എല്ലാ പരിപാടിയും നടക്കും. സോ യെസ്, this is the second brain. I hope you can do more powerful things with the tools. Do more. See you in next class. That will be in Friday. Thank you guys. Thank you so much. Bye bye. thank you. Thank you, sir. Thank you, sir. Thank you, sir.